പൂമുത്തോളെ നീയെരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി. ആരീരാരം ഇടറല്ലേ മണിമുത്തേ. ഈ പാട്ടല്ല, ബാക്കി ഒന്നും കേട്ടില്ല. അമ്മ ബാക്കി പാട്ടുള്ള സ്ക്രാച്ചുകൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. കാരണം ഇതിൻ്റെയൊക്കെ ഫൈനൽ ഞാൻ ചെയ്തത് അമ്മ മരിച്ച ശേഷമുള്ള ഒരു 20-25 ഡേയ്സിലാണ്. ബാക്കി എല്ലാ പാട്ടിൻ്റെയും ഫൈനൽ ഞാൻ പാടിച്ചിട്ടുണ്ടാവും. ഞാൻ മ്യൂസിക് കമ്പോസർ ആവുമെന്ന് അമ്മ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇതുപോലെയൊക്കെ ആവുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും സിനിമകൾ ചെയ്യുമ്പോൾ അമ്മ ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഉയിരിൻ നാഥനേ ഉലകിൻ ആദിയേ. എന്റെ സംഗതി ഏറ്റവും കൃത്യമായിട്ട് ഡെലിവറി ചെയ്യുന്ന ഗായകൻ വിജയേട്ടനാണ്, വിജയ് യേശുദാസാണ്. എന്റെ തലയിൽ ഉണ്ടായിരുന്നിരിക്കും കമ്പോസ് ചെയ്ത്, പക്ഷെ അത് ഞാൻ പാടി വെച്ചിട്ടുണ്ടാവില്ല. അത് എനിക്ക് വിജയേട്ടനിൽ നിന്ന് കിട്ടാറുണ്ട്. അതായത് ഞാൻ പാടാത്തത് എന്നാൽ ഞാൻ ചിന്തിച്ചത് അദ്ദേഹത്തിൽ നിന്ന് കിട്ടാറുണ്ട്. ഒടുവിൽ നാഗേന്ദ്രൻസ് കാണുന്ന സമയത്ത് എന്റെ മനസ്സിനകത്ത് ജോൺസൺ മാഷ് അങ്ങ് നിറഞ്ഞു. എനിക്ക് ഓട്ടോമാറ്റിക്കലി ജോൺസൺ മാഷ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട പല ടോൺസും റീക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഗ്രേസ് ആന്റിനെ കാണുന്ന സമയത്ത് ഞാൻ ഗ്രേസിന്റെ മുമ്പിൽ നിന്ന് ചാടി കാണിച്ചു കൊടുത്തു. മ്യൂസിക് ഇട്ടിട്ട് നങ്ങേലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഉണ്ണിച്ചേട്ടാ നമുക്ക് പല്ലവി ഒന്നും കൂടെ ഇന്ന ഭാഗം വൃത്തിയാക്കിയാലോ ചെയ്യാലോ എന്ന് പറയും. ഫസ്റ്റ് തൊട്ട് വീണ്ടും ഫുൾ പാടും. ആവശ്യമുള്ള എടുത്തോട്ടെ. അതെ. കാതോർത്തു കാതോർത്തു ഞാനിരിക്കേ. ഇവിടെ ഇങ്ങനെ ഹൈപ്പ് കൊടുത്ത് കയറ്റിയിട്ട് ഇറക്കാമെന്നൊക്കെയുള്ള ഡിസിഷൻ എടുക്കണമല്ലോ. എല്ലാം ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ് ചേട്ടാ. ഞാൻ ഇന്നേ വരെ ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഇരുന്നിട്ടില്ല. ഒരു പാട്ടിനും ഇന്ന ഡിസിഷൻ ഇന്ന പാട്ടിൽ ഹൈപ്പിൽ പോയിട്ട് ഇവിടെ വരണം എന്നൊന്നും ചിന്തിക്കില്ല. ഇറ്റ്സ് ഓൾ കമ്മിങ് ഓട്ടോമാറ്റിക്കലി. കാലൊച്ച കേൾക്കാതെ കാത്തിരിക്കേ. ബൈ ഡിഫോൾട്ട് ആയിട്ട് എൻ്റെ തലയിലുള്ള മ്യൂസിക് മാത്രമേ എൻ്റെ സിനിമയിൽ കൂടെ വന്നിട്ടുള്ളൂ. ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ആങ്കറിങ് നിർത്താനുള്ള ഒരു ചെറിയൊരു റീസൺ ഉണ്ടായി. അതോടൊപ്പം തന്നെ എൻ്റെ മനസ്സിലെ ചോദ്യങ്ങൾക്കൊരു ഉത്തരം ആ റീസൺ ഞാൻ ആക്കി എടുത്ത് മാറ്റിയിട്ട് സ്റ്റോപ്പ് ചെയ്തു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. രഞ്ജിൻ രാജാണ് നമുക്കൊപ്പം ഉള്ളത്. ഹായ് രഞ്ജിൻ. ഹായ്. കുറച്ചു കാലമായിട്ട് മനസ്സിൽ ആഗ്രഹിക്കുകയാണ് രഞ്ജിനെ കാണണമെന്നുള്ളത്. ഒടുവിൽ ഞാൻ ചേട്ടനെ കാണണമെന്ന് വിചാരിക്കാറുണ്ട്. ഒടുവിൽ നാഗേന്ദ്രൻസ് കാണുന്ന സമയത്ത് എൻ്റെ മനസ്സിനകത്ത് ജോൺസൺ മാഷ് അങ്ങ് നിറഞ്ഞു. അപ്പം ഞാൻ രഞ്ജിനെ വിളിക്കണമെന്ന് വിചാരിച്ച, പക്ഷെ വിട്ടുപോയതാണ് കേട്ടോ. ഓക്കെ, അത് മതി, കണ്ട് ഇഷ്ടപ്പെട്ടാൽ മതി, കുഴപ്പമില്ല. എനിക്ക് ആ സിനിമയുടെ ഓവറോൾ നിതിൻ രഞ്ജി പണിക്കർ കൺസീവ് ചെയ്ത രീതി തന്നെ പലപ്പോഴും ഇത്തരം ഞാൻ ഏറെ സ്നേഹിച്ച ഒരു ഗ്രാമീണ അന്തരീക്ഷമുള്ള ഒരുപാട് നൊസ്റ്റാൾജിയ തന്നിട്ടുള്ള ഫോക്ക് കലർന്ന പടങ്ങളുടെ ഒരു ഓർമ്മയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നാഗേന്ദ്രനെ കാണുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഓട്ടോമാറ്റിക്കലി ജോൺസൺ മാഷ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട പല ടോൺസും റീക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതും ഏകദേശം ആ ഒരു 80s കൾച്ചർ തന്നെ കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ജോൺസൺ മാഷിൻ്റെ കൂടെ വർക്ക് ചെയ്ത മ്യൂസിഷ്യൻസ് പോലും വർക്ക് ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിൽ വർക്ക് ചെയ്ത മ്യൂസിഷ്യൻസ് പോലും എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്നൊരു സീരീസാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് വളരെ സ്പീഡിൽ ഞങ്ങൾ എല്ലാ എപ്പിസോഡ്സും 20 ദിവസത്തിൽ താഴെ എടുത്തിട്ടുണ്ടാവുള്ളൂ ആ സീരീസ് തീർക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് ഇന്നായി ആ ഒരു രീതിയിൽ ചെയ്ത് തരുന്നൊരു സീരീസാണ് അത്. അടിപൊളി സാധനം. ഗ്രേസ് ആന്റിനെ കാണുന്ന സമയത്ത് ഞാൻ ഗ്രേസിന്റെ മുമ്പിൽ നിന്ന് ചാടി കാണിച്ചു കൊടുത്തു. മ്യൂസിക് ഇട്ടിട്ട് സാധനം അത് ഭയങ്കര രസമല്ലേ. അത് നമുക്ക് കൂടെ ചാടാൻ തോന്നുക പറഞ്ഞാൽ സക്സസ് ആണ്. എനിക്ക് ഭയങ്കര റിവ്യൂ കിട്ടിയ ഒരു സീരീസാണ്. ഞാൻ വലിയ മാസ് കൈൻഡ് ഓഫ് മ്യൂസിക് ഒക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് റെസ്പോൺസ് ഉണ്ടാവാറുണ്ട്. വലിയ സ്കെയിലുള്ള ബിഗ് സൗണ്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ ദിവസം രാത്രി തന്നെ വിളികൾ തുടങ്ങാറുണ്ട് പലപ്പോഴും. പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ മെല്ലെയാണല്ലോ കയറി പിടിക്കുന്നത്. പക്ഷെ ഇതിന് എനിക്ക് ഈ മാസ് പടങ്ങൾ ചെയ്ത് അത്രയും സ്പീഡിൽ റെസ്പോൺസ് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഓടി അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഈ രഞ്ജിൻ അധികം സംസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് പാതി കേൾക്കണം. നിത്യമാമനും കപിലനും അസാധ്യമായിട്ട് നിത്യമാമ വന്നപ്പോഴും ഞാൻ പാടിച്ചതാണ്. അതെല്ലേ? അവരുടെ വോയിസ് ശരിക്കും രഞ്ജിൻ എന്താണോ എടുക്കേണ്ട എക്സാക്ട് അതിനകത്ത് എടുത്തിട്ടുണ്ട്. ഒരു എക്സ്ട്രാക്ട് എന്ന് വേണമെങ്കിൽ പറയാം. സൂപ്പർ. എനിക്ക് അങ്ങനെ എടുക്കാനാണ് ഇഷ്ടം. എനിക്ക് ഞാനൊരു ഗായകനും കൂടെ ആയതുകൊണ്ടായിരിക്കാം ഇപ്പൊ എനിക്ക് ഞാൻ സെലക്ട് ചെയ്യുന്ന ഗായകൻ അല്ലെങ്കിൽ ഗായിക വരുന്ന സമയത്ത് അവരിലുള്ള മാക്സിമം എനിക്ക് എന്താണെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ആസ് എ കമ്പോസറും ആസ് എ സിംഗർ. അപ്പോൾ അത് മാക്സിമം എടുത്താൽ മാത്രമേ ഞാൻ സാറ്റിസ്ഫൈഡ് ആവാറുള്ളൂ. അപ്പോൾ അതല്ലെങ്കിൽ അതിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഞാൻ തന്നെ സ്കിപ്പ് ചെയ്യും. ഞാൻ ഇനി അങ്ങോട്ടേക്ക് റെക്കോർഡിങ് ഞാൻ ചിലപ്പോൾ ആക്റ്റീവ് ആവില്ല. അവരെ ഫീൽ ചെയ്യിപ്പിക്കും ഞാൻ ആക്റ്റീവ് അല്ലെന്ന്. പിന്നെ അവർ വീണ്ടും വരും. അങ്ങനെ ഞങ്ങളൊരു ഒത്തൊരുമയിൽ എപ്പോഴും മാക്സിമം ഔട്ട്പുട്ട് ഞാൻ വാങ്ങിച്ചെടുക്കലാണ് പതിവ്. അപ്പോൾ നിത്യയുടെ ആണെങ്കിലും കപിലിൻ്റെ ആണെങ്കിലും നല്ലൊരു ഔട്ട്പുട്ട് കിട്ടിയൊരു പാട്ടാണ് പാതി. നിത്യയുടെ തന്നെ വേറെ ഷോണമുഗിലെ എന്ന് പറഞ്ഞ സോങ്ങും അത്യാവശ്യം നല്ല രീതിയിൽ സക്സസ് ആയിട്ട് പോയൊരു പാട്ടാണ്. തമിഴിലെ സൂപ്പർ ഹിറ്റാണ് പേസും മഴയും.
പാതി പാതി പറയാതെ നമ്മളിരു പാതിയായി പതിയേ, പ്രാണനിൽ പ്രണയ നീർനിലാത്തുള്ളി വീണലിഞ്ഞു തനിയേ, ശുഭയാത്ര പോയ ചിരികൾ ശലഭങ്ങളായി നിറയെ, അകമേ പടരും കുളിരോ പ്രണയം. അതിനിടയിൽ ഒരു വയലിന്റെ ഒരു അതെ ഭയങ്കര എംബാർ കണ്ണൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാണ് അത് വായിച്ചത്. വളരെ ഗംഭീര ആർട്ടിസ്റ്റ്. ഒരുപാട് നമ്മൾ കേൾക്കുന്ന സൂപ്പർ ഹിറ്റ്സ് ആയിട്ടുള്ള സൗത്ത് ഇന്ത്യയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പാട്ടുകളുടെ വയലിൻ വായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എംബാർ കണ്ണൻ. സൂപ്പർ ആയിട്ടുണ്ട്. ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് വൈശാഖേട്ടൻ്റെ സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ട്. വൈശാഖേട്ടൻ ഈ പറഞ്ഞ പോലെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മാസ് പടങ്ങളുടെ ഒരു മുഖമുദ്രയാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട് മലയാളത്തിൽ. കാരണം നമ്മൾ ഓർമ്മ വെച്ച കാലം തൊട്ട് അദ്ദേഹത്തിൻ്റെ മാസ് മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാ തരത്തിലുള്ളത്. പക്ഷെ വൈശാഖിൻ്റെ പടങ്ങളിൽ നല്ല പാട്ടുകൾ വരാറുണ്ട്. മാസ് പടവും ഭയങ്കര ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ വരാവുന്ന സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടുകളും ഒക്കെ പുള്ളി, ഈവൻ മണിക്കിനാവിന് പോലും പോക്കിരി രാജ പോലത്തെ ഇത്രയും മാസായിട്ടുള്ള ഒരു മൂവി കൊണ്ട് മണിക്കിനാവിൻ പോലത്തെ ഒരു പാട്ടുണ്ടായി എന്നുള്ളതാണ്. ഇവൻ കേട്ടില്ല ഇപ്പോൾ നല്ലൊരു മെലഡി ഉണ്ട് പോക്കിരി രാജയിലൊക്കെ. പിന്നെ ഒരു മെഴുതിരിയുടെ പോലത്തെ പാട്ട്, അങ്ങനത്തെ ഒരുപാട് സോങ്സ് അദ്ദേഹത്തിൻ്റെ പടങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നൈറ്റ് ഡ്രൈവ് കുറച്ച് പേസ് കൂടിയ പടം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു സ്പേസ് കിട്ടിയപ്പോൾ വൈശാഖേട്ടന് അത്യാവശ്യം എടാ ഇത് കാപ്പിയാണോ അതോ കാനഡയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വൈശാഖേട്ടൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി വൈശാഖേട്ടൻ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൽ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഹെൽപ്പും കൂടെ നല്ലൊരു ക്രിയേഷൻ ഉണ്ടാവാനായിട്ട് ഭയങ്കര സപ്പോർട്ടായിട്ടുണ്ട്. എനിക്ക് ഗോപി സുന്ദറിൻ്റെ ഒരു മെഴുതിരിയുടെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ കാലഘട്ടത്തിലെ മെലഡികളിലൊന്ന് പറയാൻ പറ്റുക. നിങ്ങളുടെ മെലഡിയിലേക്ക് വരുന്നതിന് മുമ്പ് പൂമുത്തുകളയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്ക്. കാരണം അത് അസാധ്യമാണ്, അതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അതിനു മുമ്പ് ഈ പറയുന്ന നങ്ങേലി പൂവേ എന്ന് പറയുന്ന മാളികപ്പുറത്തിൽ, അത് ശരിക്കും എഞ്ചിൻ പാടാൻ തീരുമാനിക്കുന്ന MG ശ്രീകുമാറിൻ്റെ ഒരു അഭാവം കൊണ്ടാണെന്ന് പറഞ്ഞു. ശരിക്കും ഒരു എഞ്ചിൻ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു MG ശ്രീകുമാർ വന്ന് പാടിയിരുന്നെങ്കിലെന്ന്. അപ്പൊ ഞാനിങ്ങനെ സങ്കല്പിച്ചു നോക്കി, വേറൊരു റേഞ്ചിലായിരിക്കും ശ്രദ്ധിക്കപ്പെടുന്നത്. വളരെയധികം ചേരുന്ന ഒരു പാട്ടാണ് അദ്ദേഹത്തിന്. അതുപോലെ ഈ ഭക്തിഗാനങ്ങളുടെയൊക്കെ ശ്രേണികളിൽ MG ശ്രീകുമാറിന്റെ ശബ്ദം നമ്മൾ ഒരുപാട് ആരാധിച്ചിട്ടുണ്ട്. തീർച്ചയായും. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നമ്മുടെ ഹരിവരാസനം റീക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു ടെൻഷനുള്ള പരിപാടിയാണ്. ഭയങ്കര ടെൻഷനുള്ള. ഇത് വേറെ ഒരു പാട്ടും പോലെ അല്ല. അതെ, ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ബാബുക്കയുടെ ചില പാട്ടുകൾ വേണമെങ്കിലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പാട്ട് റീക്രിയേറ്റ് ചെയ്യണതിന് കുറച്ചൊരു പിടിപ്പ് പോരാ എന്ന് പറയുന്നു. ആ ടെൻഷൻ എങ്ങനെയാണ് പക്ഷെ മാനേജ്? ആക്ച്വലി അത് ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം ഒന്നാമത്തെ കാര്യം നമ്മൾ കേട്ട് പരിചിതമായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് അതിൽ ഉപയോഗിച്ചിരിക്കണമെന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി ബൈ ഡിഫോൾട്ട് കേട്ട് ആസ് ഒരു മ്യൂസിക്കിൽ കുറച്ചെങ്കിലും ടേസ്റ്റുള്ള എല്ലാവരുടെയും കാതിലും ഹൃദയത്തിലും അലിഞ്ഞു ചേർന്ന ഒന്നാണ് ഹരിവരാസനത്തിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ ശൈലിയാണ്. അപ്പോൾ ആ ശൈലി വിട്ടുമാറരുത് എന്നുള്ള കാര്യം മാത്രമേ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇത്തരം വലിയൊരു വിഷയം സിനിമ ആക്കുമ്പോൾ ഒരു ടെൻഷൻ, ഒരു ഡയറക്ടറിനുള്ള ടെൻഷൻ പോലെയാണ്. കാരണം ഹരിവരാസനം പോലെ ഈച്ച് ആൻഡ് എവ്രി മലയാളികൾക്ക് മാത്രമല്ല, അയ്യപ്പസ്വാമി ഭക്തർക്ക് എല്ലാവർക്കും, അല്ലെങ്കിൽ എല്ലാ മലയാളികൾക്കും ഹരിവരാസനം കേൾക്കാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും എനിക്ക് തോന്നുന്നു. കേൾക്കാത്ത ആൾക്കാർ ഉണ്ടാവില്ലായിരിക്കും തന്നെ വേണമെങ്കിൽ. വലിയൊരു സംഭവമാണ് ഹരിവരാസനം. അപ്പോൾ അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അത് ഏതാണെങ്കിലും, അത് എങ്ങനത്തെ പാട്ടുകളാണെങ്കിലും ഇങ്ങനെ ഒരു ക്ലാസിക് സ്വഭാവമുള്ള, ഇപ്പോൾ താമസം എന്ത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യും. കാരണം ചെറുപ്പം തൊട്ട് കേട്ട് വളർന്നൊരു വ്യക്തി എന്ന നിലയിൽ ബാക്കി എല്ലാത്തിലും ഉപരി ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച സംഗീതം എനിക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റി, അതിനൊരു അവസരം ഒരു സിനിമയിൽ കൂടെ ഉണ്ടായി എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഈ സിമിലർ ആയിട്ടുള്ളൊരു ശബ്ദം തന്നെ കണ്ടുപിടിച്ചത് ഈ ഒരു ടെൻഷനും കൂടെ കൊണ്ടാണോ, ഇല്ലെങ്കിൽ അത് മാറ്റണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു? എങ്ങനെയായിരുന്നു ആ തീരുമാനം എടുത്തത്? എന്തായാലും ഹരിവരാസനം പോലെ ഈ നമ്മുടെ കാതിലിരിക്കുന്ന ദാസേട്ടൻ്റെ ശബ്ദമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദാസേട്ടൻ്റെ ഒരു ശബ്ദ സാദൃശ്യം ഉണ്ടെങ്കിൽ നന്നായി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മളൊരു കോൺടെസ്റ്റ് പോലെ ഓഡിഷൻ വെച്ചിട്ടുണ്ട് ഹരിവരാസനത്തിന് വേണ്ടിയിട്ട്. ഒരുപാട് കിട്ടി കേട്ടോ. നമുക്ക് ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ പല തരത്തിലുള്ള ശബ്ദം, പല ഫ്രീക്വൻസീസ് ഉള്ള, ഈ പറഞ്ഞ ലോ ഫ്രീക്വൻസി കൂടുതലുള്ള ശബ്ദങ്ങൾ, മിഡ് ഫ്രീക്വൻസി ഉള്ളതും, ചിലർ ഹരിവരാസനായിട്ട് നമ്മൾ ഇതുവരെ സങ്കല്പിക്കാൻ തോന്നാത്ത തരത്തിലുള്ള ശബ്ദങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അത്തരം റിസ്കിലേക്ക് പോകാൻ ഒരു താല്പര്യം ഒട്ടും ഉണ്ടായിരുന്നില്ല. ഡെഫിനറ്റ്ലി ഹരിവരാസനായതുകൊണ്ട് അറ്റ്ലീസ്റ്റ് കേട്ടതിനോട് അടുത്ത് നിൽക്കുന്ന എന്തോ ദാസേട്ടൻ ചെയ്തു വെച്ചാൽ, ദാസേട്ടൻ പാടിയ നമുക്കൊരിക്കലും എനിക്ക് തോന്നുന്നില്ല ആരായിട്ട് ഞാൻ കമ്പയർ ചെയ്യാൻ യോഗ്യനല്ല, കമ്പയർ ചെയ്യില്ല.
പക്ഷെ എങ്കിലും അത് കേട്ടൊരു വ്യക്തിക്ക് ആ ഒരു വൈബ് എങ്ങനെയോ ക്രിയേറ്റ് ആവണം, അത് തിയേറ്ററിലും ക്രിയേറ്റ് ആവണം. അത് ഡെഫിനറ്റ്ലി ക്രിയേറ്റ് ആയി. അത് നല്ല രീതിയിൽ മാളികപ്പുറത്തിൽ വർക്കൗട്ട് ആയ ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഒരു സിംഗറെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയതും പ്രകാശൻ പുത്തൂർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഗാനമേളകൾ പാടി നടക്കുന്ന ഒരു ഗായകനാണ്. ഞാൻ തന്നെ പല സ്റ്റേജുകളിലും ഇന്നും എൻ്റെ കണ്ണുനീരിലൊക്കെ പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹമാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു ഞാൻ ഓഡിയോ കേൾക്കുന്ന സമയത്ത്, നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത്. അതിനുശേഷം ഇതാരാണ് പാടിയെന്ന് അന്വേഷിക്കുകയും ആ പേര് തപ്പുമ്പോഴാണ് ഇദ്ദേഹമായിരുന്നല്ലേ ഇത്. ഞാൻ ഓൾറെഡി അഴകെ പാടുന്ന കേട്ടിട്ടുണ്ട് യൂട്യൂബിൽ. എനിക്കൊന്ന് ഇന്നും എൻ്റെ കണ്ണുനീരിൽ, മൂവന്തി താഴ്വരയിൽ, അങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ, ദാസേട്ടൻ്റെ ശബ്ദത്തിൻ്റെ എല്ലാ ഡെപ്തും കാണിക്കുന്ന പാട്ടുകൾ അദ്ദേഹം ഓൾറെഡി പാടി ഇട്ടിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ ശ്രദ്ധിച്ചത്, അരുവിമർദ്ദനം എന്നുള്ളത് കൃത്യമായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ. അരുവിമർദ്ദനം അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കുകയും ആ പാട്ടിൽ അത് കറക്റ്റായിട്ട് കൊണ്ടുവരികയൊക്കെ ചെയ്തപ്പോൾ കുഴപ്പമില്ല, ഇവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ഇവരത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. അത് രസമുള്ള പരിപാടിയായിരുന്നു. തീർച്ചയായിട്ടും. ഈ നങ്ങേലി ജസ്റ്റ് ഒന്ന് പാടിയിട്ട് നമുക്ക്. നങ്ങേലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ, ചങ്ങാതിവാവേ നിന്നോടു കൂടെ കണ്ണായി ഞാനില്ലേ, ചെറുനാട്ടുപാതകളിൽ കനവിൻ്റെ മാമലയിൽ തളരാതെ നീ ചുവടേറവേ തണലായി ഞാനരികെ. ആ മെലഡിയുടെ ഒരു സുഖമില്ലേ, ഇത് പലതിലും കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഉണ്ണിമേനോൻ സാറിനെ കൊണ്ട് പാടിച്ച പാട്ട് കാതോർത്ത് കാതോർത്ത്. അതിലെന്താണോ പുള്ളിയുടെ വോയിസ് എടുക്കേണ്ടത്, നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉണ്ണിമേനോൻ ഉണ്ടല്ലോ, ആ ഉണ്ണിമേനോനെ കൊണ്ടുവന്നിട്ട് പ്ലേസ് ചെയ്ത് നിൽക്കുക ആ പാട്ടിൽ. ശരിക്കും കൈലാഷ് ചേട്ടൻ്റെ പാട്ടുമായിട്ടൊക്കെ ഒരു ബന്ധമുള്ള, ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ജോണറിൽ വരുന്ന ഒരു പാട്ടാണ്. പക്ഷേ നമ്മൾ ഇത് കേട്ട് തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് ഉണ്ണിമേനോൻ സാറ് പാടേണ്ട ഒരു പാട്ടിനെ എങ്ങനെയോ വർക്ക് ചെയ്ത് രഞ്ജിൻ കൊണ്ടുവന്നിട്ട് എങ്ങനെയാ പുള്ളിയെ സെലക്ട് ചെയ്തത്? അത് പുള്ളിക്ക് വേണ്ടി ചെയ്തതാണോ? ഒരിക്കലും അല്ല. ഭയങ്കര സംഭവമല്ലേ. ഞാൻ ആക്ച്വലി അതൊരു കഥയുണ്ട്. കാരണം നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് റൊമാൻറ്റിക് സോങ്, ജസ്റ്റ് നമ്മൾ നല്ലൊരു കേൾവി സുഖമുള്ള ഓഡിയൻസിന് രസിക്കുന്ന ഒരു നല്ലൊരു റൊമാൻറ്റിക് സോങ്, കൂടുതൽ ലോജിക്കും കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല, ഒരു റൊമാൻറ്റിക് സോങ്, കേൾക്കാൻ സുഖമുള്ള റൊമാൻറ്റിക് സോങ്, അത്ര മാത്രമാണ് ഡയറക്ടറുടെ സജഷൻ ഉണ്ടായിരുന്നത്, ഡയറക്ടറുടെയും ടീമിൻ്റെയും. അപ്പം ഞാൻ ഉണ്ടാക്കിയ പാട്ടായിരുന്നു എന്തിനാണെൻ്റെ ചെന്താമരേ നിന്റെ അങ്ങനൊരു പാട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അത് ഓൾറെഡി ഉണ്ട് ആ പാട്ടിൽ, ആ പടത്തിലുണ്ട്, ഞാൻ തന്നെ അത് പാടിയത്. അപ്പോൾ ആ പാട്ട് എല്ലാവരും അപ്രൂവ് ചെയ്തു, എല്ലാം കഴിഞ്ഞു, എല്ലാവരും ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോയി. ഷൂട്ടിനൊരു 2 ദിവസം മുന്നേ പ്രോഗ്രാമിൻ്റെ ഒരു കാര്യത്തിനായിട്ട് ഞാൻ ദുബായിലേക്ക് പോയ സമയത്ത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ, ഈ സോങ് അല്ല വേണ്ടത്, വേറൊരു സോങ്ങാണ് വേണ്ടത്, നമുക്ക് കുറച്ചും കൂടെ ഒരു ഗൂസ് ബംസ്, പ്രണയത്തിൻ്റെതായ കുറച്ചും കൂടെ നൈർമല്യം. കാരണം എന്തിനാണ് എൻ്റെ ചെന്താമരയിൽ കുറച്ച് കളിയാക്കലും കാമുകൻ കാമുകിയുടെ പുറകെ നടക്കുന്ന ഒരു സ്വഭാവം ആ പാട്ടിനുണ്ട്. അപ്പോൾ അതല്ലാതെ വേറൊരു ക്യാരക്ടറാണ് ഈ പാട്ടിന് വേണ്ടതെന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്ന് കൺഫ്യൂസ് ചെയ്തു ആക്ച്വലി. കാരണം എല്ലാം ഓക്കെ ആയിട്ട് ഞാൻ ദുബായിക്ക് സമാധാനത്തോടെ പോയ ആളാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടൊന്ന് എന്നെ ഒന്ന് ഫ്ലിപ്പാക്കി. അപ്പം ഞാൻ തീരുമാനിച്ചു, ഓക്കെ അങ്ങനെയാണെങ്കിൽ കൊടുക്കാം, ഒരു പാട്ടും കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ഹോട്ടൽ റൂമിൽ ഇരുന്നിട്ട് ഒരു ഹാഫ് ഡേ കൊണ്ട് കമ്പോസ് ചെയ്ത ഒരു ട്യൂണാണ് കാതോർത്ത് കാതോർത്ത് ഞാൻ ഇറങ്ങി. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ശബ്ദം കുറച്ച് തിന്നായിട്ടുള്ള ശബ്ദമായിരുന്നു. കാർത്തിക് കൈൻഡ് ഓഫ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു വോയിസ് ആയിരിക്കണം എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ ആ പാട്ട് കമ്പോസ് ചെയ്തത്. അല്ലെങ്കിൽ ഹരിശങ്കറിനെ പോലത്തെ ഗായകനൊക്കെയാണ് പാടേണ്ടെന്നായിരുന്നു എൻ്റെ ചിന്തയിലുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ ആലോചിച്ചു, അത് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ നോർമൽ വൺ, ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി എ നോർമൽ വൺ. അപ്പോൾ അതല്ലാതെ ആരാണെന്ന് ആലോചിക്കുമ്പോൾ പിന്നെ നിങ്ങളെപ്പോലെ തന്നെ ഞാനും കാത്തിരിക്കുന്ന ഒരു ശബ്ദമാണ് ഉണ്ണിച്ചേട്ടൻ്റെ ശബ്ദം കേൾക്കുക എന്നുള്ളത്. അപ്പോൾ ഉണ്ണിച്ചേട്ടനെ അപ്രോച്ച് ചെയ്തു. ഉണ്ണിച്ചേട്ടൻ്റെ വീട്ടിൽ പോയി, അദ്ദേഹം പാട്ട് കേട്ടു. ഉണ്ണിച്ചേട്ടൻ്റെ ഒക്കെ ഒരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഡിസിപ്ലിനാണ്. കാരണം പാട്ട് കേട്ടു, പാട്ട് വാങ്ങിച്ചു, പുള്ളി പാട്ട് പഠിച്ചിട്ട് ഉണ്ണിച്ചേട്ടന് ഒറ്റ അടിക്കേ പാടാൻ പറ്റുള്ളൂ. ഞാൻ റെക്കോർഡിങ്ങിന് പോയി ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ ഉണ്ണിച്ചേട്ടൻ പറയാറുണ്ട് ചിലപ്പോൾ നമുക്കിങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുക്കാമെന്നൊക്കെ പറയും. പക്ഷെ പറച്ചിൽ മാത്രമേ ഉള്ളൂ, പുള്ളി ചെയ്യില്ല. പുള്ളി ഫസ്റ്റ് തൊട്ടിട്ടില്ല എൻ്റെ ഒറ്റ പോക്കാണ്. ചിലപ്പോൾ ആ ഒരു BGM സമയത്ത് റെസ്റ്റ് എടുത്തു, അല്ലെങ്കിൽ പഴയ പോലെ തന്നെ ഒറ്റ പോക്കാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഉണ്ണിച്ചേട്ടൻ നമുക്ക് പല്ലവി ഒന്നും കൂടെ ഇന്ന ഭാഗം വൃത്തിയാക്കിയാലോ ചെയ്യാലോ എന്ന് പറയും.
ഫസ്റ്റ് തൊട്ട് വീണ്ടും ഫുൾ പാടും. ഓ രഞ്ജിന് ആവശ്യമുള്ള എടുത്തോട്ടെ. അതെ, കാരണം രണ്ടാമത്തെ ടേക്കിൽ പോകുമ്പോൾ അനുപല്ലവിൽ എന്തെങ്കിലും കിട്ടിയാലോ, ചരണത്തിൽ എന്തെങ്കിലും കിട്ടിയാലോ എന്നാണ് പുള്ളിയുടെ തോട്ട്. അത്രയും ഡെഡിക്കേഷനുള്ള സീനിയേഴ്സാണ്. പൂണിച്ചേട്ടൻ്റെ കൂടെയൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ റിസൾട്ടാണ് കാതോർത്ത് ഇന്നും നമ്മൾ ഈ ഞാൻ എന്നും പറയാറുണ്ട്, കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട സിനിമയോ ഇപ്പോഴും ഒ ടി ടിയിൽ എന്താ വരാത്തെന്ന് ആൾക്കാർ നമ്മളൊരു പോസ്റ്റ് ഇടുമ്പോൾ പോലും എൻ്റെ താഴെ വന്ന് ചോദിക്കാറുണ്ട്, എന്നാണ് ഒ ടി ടിയിൽ ആ സിനിമ വരാത്തത്. ഒ ടി ടിയിൽ പോലും ഇപ്പം ഇല്ല ആ സിനിമ. പക്ഷെ ഒരുപാട് പേർക്ക് ആ പടത്തിനോട് ഒരു കണക്റ്റ് പാട്ടുകളിലൂടെ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഉണ്ണിച്ചേട്ടൻ്റെ ശബ്ദമൊക്കെ വലിയൊരു ഫാക്ടറായിട്ട് മാറിയിട്ടുണ്ട്. ആ പാട്ടിൽ ഒരുപാട് ചേഞ്ച് ഓവേഴ്സ് ഉണ്ട്. അപ്പോൾ ലെജൻസിൻ്റെ ചില പാട്ടുകളിലൊക്കെ കാണുന്ന ചേഞ്ച് ഓവേഴ്സ് ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നായിരുന്നു, രഞ്ജിൻ എങ്ങനെയായിരിക്കും ഈ ഡിസിഷൻ എടുത്തത്? ഇവിടെ ഇങ്ങനെ ഹൈപ്പ് കൊടുത്ത് കയറ്റിയിട്ട് ഇറക്കാമെന്നൊക്കെയുള്ള ഡിസിഷൻ ഇത് എല്ലാം ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ് ചേട്ടാ. ഞാൻ ഇന്നേ വരെ ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഇരുന്നിട്ടില്ല. ഒരു പാട്ടിനും ഇന്ന ഡിസിഷൻ, ഇന്ന പാട്ടിൽ ഹൈപ്പിൽ പോയിട്ട് ഇവിടെ വരണം എന്നൊന്നും ചിന്തിക്കില്ല. ഇറ്റ്സ് ഓൾ കമ്മിങ് ഓട്ടോമാറ്റിക്കലി. ബൈ ഡിഫോൾട്ടായിട്ട് എൻ്റെ തലയിലുള്ള മ്യൂസിക് മാത്രമേ എൻ്റെ സിനിമയിൽ കൂടെ വന്നിട്ടുള്ളൂ. ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ഇരിക്കാൻ എനിക്ക് താല്പര്യവുമില്ല. ഈ അടുത്ത കാലത്ത് ക്യൂൻ എലിസബത്തിലെ പൂക്കളെ വാനിലെ പനിനീർ പൂവുകളെ പകലിൻ നോവുകളെ എന്ന് പറയുന്ന ശിവചേട്ടൻ്റെ വരികളുണ്ട്. ആ വരികൾ നല്ല രസമായിട്ട് ഹരിശങ്കറാണ് പാടിയത്, രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ മെലഡി മരിച്ചു എന്നൊക്കെ പറയുന്നില്ലേ, ഒന്നുമില്ല, ഇതൊക്കെ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പടം ഹിറ്റാവാത്തതുകൊണ്ട് ഈ പാട്ട് ആഘോഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് രസമുള്ളൊരു പാട്ടാണ്. ഞാൻ ഈ പറയുന്ന പോലെ പാട്ടിനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ച് നടക്കുന്ന ഒരാളല്ല, പക്ഷെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ഇത് കൊള്ളാലോ എന്ന് പറയുന്ന സാധനം ഇല്ലേ, അത് രസമുള്ളൊരു പാട്ടായിരുന്നു കേട്ടോ, എന്നിട്ടും അത് ഹിറ്റാവാതെ പോയെന്നുള്ളത്. പക്ഷെ അത് പറയുമ്പോൾ എനിക്ക് സന്തോഷം. അറ്റ്ലീസ്റ്റ് അത് പിക്ക് ചെയ്ത് ആ പാട്ടിനെ കുറിച്ച് എടുത്ത് ചേട്ടൻ പറയുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം ആ ഒരു ക്രിയേഷനും വേസ്റ്റ് ആവില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പം നമ്മൾ ആ പാട്ടിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്ര മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പൂമുത്തോളം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കേരളം മുഴുവൻ അത് പാടി നടക്കുന്നത് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഉയരുന്നാഥനെ ചെയ്യുമ്പോൾ വിചാരിച്ചിട്ടില്ല, കണ്ണത്ത ദൂരം വിചാരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂക്കളെ ചെയ്യുമ്പോഴും വിചാരിച്ചിട്ടില്ല. പടം ഹിറ്റായിരുന്നു, അത് സൂപ്പർ ഹിറ്റ് ആയ പേസ് മഴ എങ്ങനെയാണ് പടം ഹിറ്റ്, സൂപ്പർ ഹിറ്റ് അല്ല പടം, ആൾക്കാർ അറിഞ്ഞ പടം അല്ല അധികം, പക്ഷെ പേസ് മഴയെ എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ടായി മാറിയത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ദാറ്റ്സ്. പക്ഷേ ഈ പടവും കൂടെ വിജയിക്കുമ്പോഴാണ് ഞാനെന്ന ടെക്നീഷ്യൻ ഹാപ്പി ആവുന്നത്. നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു മൂവിയും കൂടെ വിജയിച്ച് പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടുമ്പോഴാണല്ലോ നമ്മൾ ഹാപ്പി ആവുന്നത്. ഈ BGMലേക്ക് പോകുന്നതിന് മുമ്പ് പൂമുത്തോളെ കേൾക്കണം. പൂമുത്തോളെ കേൾക്കുമ്പോൾ അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, സീ മലയാളത്തിലാണ് രഞ്ജിൻ പോയിട്ട് അവിടെ പാടുന്ന സമയത്ത് കണ്ടസ്റ്റൻസ് ഒക്കെ, സരിഗമപയുടെ കണ്ടസ്റ്റൻസ് ഒക്കെ കരയുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ കാണുമ്പോൾ എൻ്റെ കണ്ണിലും നനവ് വന്നു. അപ്പോൾ എനിക്ക് ഇമോഷൻസ്, അവർ ഓരോരുത്തർ ഇമോഷൻസ് കാണിക്കുമ്പോഴും എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജീവ ഒടുവിൽ കരയുമ്പോൾ പെട്ടു, കയ്യിൽ നിന്ന് പോയി. രഞ്ജിൻ അതിനകത്തൊന്നും വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്, രഞ്ജിൻ പറയുന്നുണ്ട്. പക്ഷെ രഞ്ജിൻ്റെ പറച്ചിലാണ് ഇവരെയൊക്കെ കരയിക്കുന്നത് എന്നുള്ളതാണ് സത്യം. ജസ്റ്റ് നമ്മൾ റിയാലിറ്റി ഷെയർ ചെയ്തു. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്ലാൻ ചെയ്ത് പറഞ്ഞൊരു കാര്യമൊന്നുമല്ല. അത് ആ സമയത്ത് അമ്മയുടെ ഓർമ്മകളാണ്. അതെ, അമ്മയുടെ ഓർമ്മകൾ ഉള്ള സമയത്ത്, അല്ലെങ്കിൽ അമ്മ വേർപിരിഞ്ഞ സമയത്ത് ചെയ്യേണ്ട വന്ന പാട്ടാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അമ്മ ഇസ് ദർ. നോ, അതിൽ എപ്പോഴും ഉണ്ട്. ദിവസങ്ങളുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ചെയ്യേണ്ടി വന്ന പാട്ടാണ്. ബാക്കി എല്ലാ പാട്ടിലും കംപ്ലീറ്റഡ് ആയിരുന്നു. നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. ഈ പാട്ടല്ല, ബാക്കി ഒന്നും കേട്ടില്ല. അമ്മ ബാക്കി പാട്ടുള്ള സ്ക്രാച്ചുകൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. കാരണം ഇതിൻ്റെയൊക്കെ ഫൈനൽ ഞാൻ ചെയ്തത് അമ്മ മരിച്ച ശേഷമുള്ള ഒരു 20-25 ഡേയ്സിലാണ്. ബാക്കി എല്ലാ പാട്ടിൻ്റെയും ഫൈനൽ ഞാൻ പാടിച്ചിട്ടുണ്ടാവും. എല്ലാ പാട്ടുകളും, ജോസഫിലെ എല്ലാ പാട്ടിലും പാടിച്ചത് അമ്മ പോയ ശേഷമാണ്. പക്ഷെ ഞാൻ പാടിയ വെർഷൻസ് അമ്മ കേട്ടിട്ടുണ്ട്. സ്ക്രാച്ച് വെർഷൻസ് കേട്ടിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അല്ലാതെ അതും അങ്ങനെ ടു മച്ച് അതിലേക്ക് ഞാൻ ചിലപ്പോൾ ഫൈനലായിട്ട് കേൾപ്പിക്കാമെന്ന് ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ കംപ്ലീറ്റ്ലി കേൾക്കാൻ പറ്റിയിട്ടില്ല. പൂമുത്തോളെ നീയെരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി, ആരീരാരം ഇടറല്ലേ മണിമുത്തേ കൺമണി, മാറത്തൂറക്കാനിന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടടി, മാനത്തോളം മഴവില്ലായി വളരേണം എൻ മണി, ആഴിത്തീരമാല പോലെ കാത്തു നിന്നേൽക്കാൻ, പീലിച്ചേറു തൂവൽ വീശിക്കാറ്റിലാടി നീങ്ങാം, കനിയേ നീയൻ കനവിതളായി നീവാ,
നിധിയേ മടിയിൽ പുതുമലരായി വാവാ. എല്ലാ ക്രിയേറ്റേഴ്സിനും അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിൽ പാട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇപ്പൊ രഞ്ജിനായിക്കോട്ടെ, അജീഷ് ദാസനാണത് എഴുതിയത്. വിജയശ്വാസിന്റെ ബെസ്റ്റ് പാട്ടുകളിലൊന്ന് നിരഞ്ജ് പാടി അതെ, ഒരു വേർഷൻ പാടി. ഷാഹിൽ കബീറിനും ഈ പറയുന്ന പപ്പനും ഒക്കെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംഗതിയായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഇത് പറയുമ്പോഴാണ് ഈ പാട്ട് വിജയശ്വാസിന്റെ ശബ്ദം നമ്മൾ അംഗീകരിച്ചു. പക്ഷെ ഉയരുന്നാഥനെ ഉലകിൻ ആദിയെ എന്നുള്ള പാട്ട്, അത് ശരിക്കും പറഞ്ഞാൽ അതിങ്ങി വിജയശ്വാസിന്റെ ശബ്ദത്തിൽ കേട്ടാൽ മതി, നമുക്ക് വേറെ മാറ്റം ഉണ്ടാവുന്ന തോന്നില്ലേ? തീർച്ചയായിട്ടും ഇത് രണ്ടുമായിട്ട് കോമ്പറ്റീഷൻ ഉണ്ട്. ശരിക്കും മറ്റേ പാട്ട് പുള്ളി പാടിയാൽ മതി എന്നാണ് നമ്മൾ ആഗ്രഹം. ഈ പാട്ട് എന്തായാലും വേറെ പുള്ളിക്ക് വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. പക്ഷെ മറ്റേ പാട്ട് പുള്ളി പാടിയാൽ മതി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ, ഉയരുന്നാഥനെ. ഉയരുന്നാഥൻ. പക്ഷേ ഞങ്ങള് ആക്ച്വലി ആദ്യം സമീപിച്ചത് കെസ്റ്റർ ചേട്ടനെയാണ്. അപ്പോൾ കെസ്റ്റർ ചേട്ടന് അന്ന് നമുക്ക് അവൈലബിൾ ആയി. അദ്ദേഹത്തിന് ആ സമയത്ത് USA ട്രിപ്പും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇതൊക്കെ ഞാൻ പറയുന്നത് വളരെ പ്രിലിം സ്റ്റേജിലെ കാര്യമാണ് പറയുന്നത്. അതിനുശേഷമാണ് വിജയേട്ടൻ എൻട്രാവുന്നതും ആ സിനിമയുടെ ശബ്ദമായിട്ട് മാറിയത്. ശരിക്കും പറഞ്ഞാൽ ജോസഫ് എന്ന സിനിമയുടെ സംഗീതം എന്ന് പറയുമ്പോൾ വിജയ് യേശുദാസിനെ മറന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ 2 ദിവസം മുന്നേ വിജയേട്ടനെ ഞാൻ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിൻ്റെ ഒരു ആൽബത്തിന് വേണ്ടി പാടിച്ചിരുന്നു. അപ്പോൾ അത് പാടാൻ വന്ന വിജയേട്ടനോട് പറയായിരുന്നു, എൻ്റെ സംഗതി ഏറ്റവും കൃത്യമായിട്ട് ഡെലിവറി ചെയ്യുന്ന ഗായകൻ വിജയേട്ടനാണ്, വിജയ് യേശുദാസാണ്. എക്സാക്ട് എല്ലാ ഗായകരും മാക്സിമം തന്നിട്ടുണ്ട്. പക്ഷേ അറിയാതെ വരുന്ന ചില സംഗതികളുണ്ട്. ഞാൻ കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ അറിയാതെ അവിടെ കിടക്കുന്ന സംഗതി, സൈക്കോളജിക്കലി കേൾക്കാൻ പറ്റാത്ത സംഗതി എൻ്റെ തലയിൽ ഉണ്ടായിരുന്നിരിക്കും കമ്പോസ് ചെയ്യുമ്പോൾ. പക്ഷെ അത് ഞാൻ പാടി വെച്ചിട്ടുണ്ടാവില്ല. അത് എനിക്ക് വീഴ്ചേട്ടനെന്ന് കിട്ടാറുണ്ട്. അതായത് ഞാൻ പാടാത്തത് എന്നാൽ ഞാൻ ചിന്തിച്ചത് അദ്ദേഹത്തിന് നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഞാൻ ഷെയർ ചെയ്തുള്ളൂ വീഴ്ചേട്ടനോട്. അതുകൊണ്ട് തന്നെ എൻ്റെ കമ്പോസിഷന് വളരെ ചേരുന്ന ഒരു ഗായകനെ തന്നെ ആദ്യ സിനിമയിൽ എനിക്ക് മെജോറിറ്റി ഓഫ് സോങ്സും പാടിപ്പിക്കാൻ പറ്റി എന്നുള്ളത് കൂടെ ആ സിനിമയുടെ പാട്ടുകളുടെ വിജയത്തിന്റെ വലിയൊരു ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ റീസൺ ആണെന്ന് എനിക്ക് തോന്നുന്നു. പാട്ട് മരിക്കുന്നു എന്നൊക്കെ പറയുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ പാട്ടുകളാണ്, നമുക്ക് എണ്ണം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പാട്ടുകളാണ്. ഈ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആര് നീ ആരാര് നീ എന്ന് പറയുന്ന ആരാണ് നീ എന്ന് പറയുന്ന സാധനം ചെയ്തിട്ടുണ്ട് രഞ്ജിൻ. പക്ഷെ ബാലഭാസ്കർ അത് മുൻപ് ചെയ്തിട്ടുള്ള ഒരു വരികളാണ്. ആരാണ് നീ എനിക്ക് ഓമല എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ ഈ പുതുതായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ പഴയ പാട്ട് കേട്ടിട്ടുള്ള ആളായിരിക്കുമല്ലോ, ബാലഭാസ്കറിന്റെ കോമ്പോസിഷൻ കേട്ടിട്ടുള്ളതാണ്. അപ്പം അതിനകത്തൊരു ഇത് വരില്ലേ, ഒരു പാട്ട് അതേപോലെ ഉണ്ട്, അതേ വരികൾ തന്നെയാണ്, സിമിലർ ആണ്, കുറച്ചൊരു വ്യത്യാസമേ ഉള്ളൂ, കൂടുതലും ആ വരികൾ തന്നെയാണ്. അതെ അതെ. എന്നാൽ ഇതിന്റെ സത്യം ഞാൻ പറയട്ടെ, സാർ എന്നോട് ഇങ്ങനെ ഒരു പാട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ലായിരുന്നു ആ സോങ്. നമ്മളൊക്കെ കേട്ടിട്ടുള്ള പാട്ടാണ്, ഞാൻ ആ സോങ് കേട്ടിട്ടില്ലായിരുന്നു. എന്നിട്ട് കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നമ്മുടെ. പക്ഷെ എങ്കിലും എനിക്കിത് ഫ്രഷ് ലിറിക്സ് വായിച്ച് കമ്പോസ് ചെയ്യുന്ന പോലെ ഞാൻ കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആക്ച്വലി അത് ലേറ്റർ ആയിട്ടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. ഞാൻ മിസ് ചെയ്ത് പോയൊരു പാട്ടാണത്. ഉണ്ണിച്ചേട്ടൻ പാടിയതാണ്, ബാലചേട്ടൻ മ്യൂസിക് ചെയ്തതാണ്, വിജയൻ സാറിന് എഴുതിയ വരികളാണ്. അപ്പൊ എന്തായാലും സാർ അത് പറയാതിരുന്നത് നന്നായി എന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് ആക്ച്വലി വേറെ തന്നെ വേറൊരു വേയിൽ ചിന്തിക്കാനും വേറൊരു ആംഗിളിൽ അതിനെ അല്ലെങ്കിൽ ആയി പോയേനെ. ഓൾറെഡി വന്ന പാട്ടാണ് എന്നറിയാതെ കേട്ടു നോക്കാൻ തോന്നിയ ചിലപ്പോൾ അത് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഫ്രിക്ഷൻ ചിലപ്പോൾ എൻ്റെ ഉള്ളിൽ ഉണ്ടാവും. നന്നായി എനിക്ക് തോന്നുന്നു. കഴിഞ്ഞിട്ട് കേട്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു തോട്ട്സും ഉണ്ടായില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ ഹാപ്പിയാണ്, ആരും നീ കമ്പോസ് ചെയ്തതിൽ ഹാപ്പിയാണ്. അവിടെ ഡെഫിനറ്റ് ആയിട്ടും ബാലുചേട്ടനും ഉണ്ണിച്ചേട്ടനും വിജയൻ സാറുടെയും ഒരു കോമ്പിനേഷനിൽ വളരെ അതിമനോഹരമായ ഒരു പ്രണയഗാനം. അപ്പൊ എനിക്ക് രണ്ടും കമ്പയർ ചെയ്യാനോ അങ്ങനെയൊന്നും തോന്നിയില്ല സത്യം പറഞ്ഞാൽ. കാരണം നമ്മളും ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്ത ഒരു പാട്ടാണ്, എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ട്, രണ്ടിൻ്റെതായ രീതിയിൽ. പക്ഷെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ പാട്ടെന്നുള്ള ഒരു ലേബൽ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഞാൻ ആലോചിച്ചു രഞ്ജിൻ എങ്ങനെയാണ് അതിൽ ആ കുപ്പിയിലും ഇറങ്ങി അതേ വന്നിട്ടുണ്ട്. ബാലഭാസ്കർ എങ്ങനെയാണോ ആ പാട്ടുകൾ ചെയ്തത് അതേപോലെ രഞ്ജിനും പോയിട്ട് അത് പുള്ളിയുടെ പാട്ടായിട്ട് തന്നെ ചെയ്തിരിക്കുക. അത് ഭയങ്കര രസമുള്ള പരിപാടിയല്ലേ, പുള്ളിയുടെ പാട്ടായിട്ട് ചെയ്തു. എന്തുകൊണ്ട് വെച്ചാൽ ഇവരൊക്കെ ചെറുപ്പം തൊട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെന്നുള്ളതാ, വേറെ ഒന്നുമില്ല. ഈ പറഞ്ഞ ഓർമ്മയ്ക്കായും ആദ്യമായും നിനക്കായും സ്വന്തം നോവലും
അതിലെ പാട്ടുകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എഞ്ഞിനക്കിളിയുടെ നൊമ്പര ഗാനം കേട്ടൊക്കെ ഞാൻ ഒരുപാട് സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് അതിന്റെ കാരണം. ആ കുപ്പിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നതിന്റെ കാരണം അത് തന്നെയാണ്. ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ തലച്ചോറിൽ കിടപ്പുണ്ട്, അതായിരിക്കും റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് വരുന്നത്. ഈ ഗായകൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നതായിരുന്നു അമ്മയ്ക്കും ആഗ്രഹമുള്ളത്. സ്റ്റാർ സിംഗറിലൊക്കെ വരുമ്പോൾ അങ്ങനെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ മ്യൂസിക്കിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഒരു ഡെപ്തുള്ള നോളജുള്ള ഒരാളായിട്ട് നമുക്ക് സമൂഹം പരിഗണിക്കുകയും ചെയ്യും. പിന്നെ ഇൻഡസ്ട്രിയിലും അങ്ങനെ ഒരു പരിഗണന കിട്ടും. പക്ഷേ ഒരു ഗായകന് കിട്ടുന്ന ഒരു എക്സ്പോഷർ ഉണ്ട്. അപ്പോൾ ഈ രണ്ടിൻ്റെയും അവസ്ഥയിൽ രഞ്ജിൻ എങ്ങനെയായിരിക്കും ചിന്തിക്കുക? ഒരു ഗായകൻ എന്നുള്ള രീതിയിൽ ഇപ്പോഴും അറിയപ്പെടുന്നുണ്ട്, പക്ഷേ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മറ്റൊരു ഏരിയയിലാണ്. കൂടുതൽ ഡെപ്ത് കിട്ടുന്നതില്ലെങ്കിൽ ആൾക്കാർ ബഹുമാനിക്കുന്നത് ചിലപ്പോൾ ഈ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള ക്രിയേറ്റർ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ബഹുമാനിക്കും. പക്ഷെ മറ്റേ ആൾക്കാണ് എക്സ്പോഷർ കൂടുതൽ കിട്ടുക. അപ്പം അതെങ്ങനെയാണെന്ന് ഇത് എങ്ങനെയാണ് രഞ്ജിൻ്റെ ഒരു ചിന്ത എങ്ങനെയാണ്? എനിക്ക് ഈ ഗായകൻ എന്നുള്ള എക്സ്പോഷർ അങ്ങനെ അതിൽ ഞാൻ ഫാസിനേറ്റഡ് അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് കൊണ്ടുപോയിട്ട് അങ്ങനെ ആവണമെന്ന് ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടേ ഇല്ല എൻ്റെ ലൈഫിൽ. അമ്മയോടാണെങ്കിലും ഞാൻ പറഞ്ഞുള്ളത് കമ്പോസർ ആവണം തന്നെയാണ്. അമ്മയും പ്രതീക്ഷിച്ചിട്ടുണ്ട് ഞാൻ മ്യൂസിക് കമ്പോസർ ആവുമെന്ന്. അമ്മ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇതുപോലെയൊക്കെ ആവുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും ഞാൻ ഗായകനായിട്ട് മാത്രം ഒതുങ്ങുന്ന ആളല്ലെന്ന് അമ്മയ്ക്ക് അറിയാം. പിന്നെ എൻ്റെ കൂട്ടുകാർക്കാണെങ്കിലും എൻ്റെ ലക്ഷ്യങ്ങളാണെങ്കിലും ഒക്കെ ഒരു മ്യൂസിക് കമ്പോസിങ്ങിലേക്ക് പോകുന്ന ഒരു പരിപാടി ആയിരുന്നു എന്നുള്ള കാര്യം എൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഗായകൻ എന്ന നിലയിലുള്ള ഈ പറഞ്ഞ എക്സ്പോഷറിൻ്റെ ഒരു ഔട്ട്പുട്ട് ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. എൻ്റെ ചിന്തയിൽ എപ്പോഴും ഈ ആസ് എ മ്യൂസിക് കമ്പോസർ എന്തെല്ലാം നോളജ്, ടെക്നിക്കലി എന്തെല്ലാമാണ് പഠിക്കേണ്ടത് എന്നുള്ള ആഗ്രഹങ്ങൾ എപ്പോഴൊക്കെ ഒരു സോഫ്റ്റ്വെയറിൽ ഇപ്പോൾ ലോജിക്കലായിരിക്കും വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കലായിരുന്നു. 10-15 വർഷം മുന്നേ ഇതൊക്കെ ഞാൻ പറയുന്നത്. ടോൺസ് എങ്ങനെയാണ് ഇവർ വായിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ ബേസ് യൂസ് ചെയ്യുന്നത്. ഞാൻ പ്രോഗ്രാമേഴ്സ് ഫ്രണ്ട്സ് എനിക്ക് ഒരുപാടുണ്ട്. ഇവർ പ്രോഗ്രാം ചെയ്യുമ്പോൾ നോക്കിയിരിക്കലാണ്. അതാണ് എൻ്റെ എക്സ്പീരിയൻസിൻ്റെ തുടക്കം. അതാണ് ഇവർ അത് നോക്കിയിരിക്കലാണ് എൻ്റെ ഒരു പരിപാടി. ഒരു 15 കൊല്ലം മുന്നേ, ഒരു 16 കൊല്ലം മുന്നേ ഉള്ളൊരു സമയം. എൻ്റെ ഉള്ളിൽ മ്യൂസിക് ഡയറക്ഷനിൽ ഞാൻ തൊടാത്ത, പഠിക്കാത്തത് എന്താണ് എന്നുള്ള ത്രൈവാണ് ഓൾവേസ് ഓണായിട്ട് ഇരുന്നിരിക്കുന്നത്. അത് തനിയെ സംഭവിച്ചിരിക്കുന്നതുമാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഫോളോ ചെയ്തു. കാരണം എൻ്റെ ആഗ്രഹം മ്യൂസിക് ഡയറക്ടർ ആവണം തന്നെയാണ്. അപ്പോൾ അതിനുള്ളിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തൊരു പാത്ത് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ 100% ഹാർഡ് കോറായിട്ട് പ്രാർത്ഥിച്ചതും ആഗ്രഹിച്ചതും ഇഷ്ടപ്പെട്ടതും ആയി കാണണമെന്ന് എന്നെ തന്നെ ആഗ്രഹിച്ചതൊക്കെ മ്യൂസിക് ഡയറക്ടറായിട്ട് തന്നെയാണ്. ഈ ഗായകരൊക്കെ വന്ന് പാടുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് വേണം. അപ്പം അത് തന്നെ എടുക്കണമെന്ന് വാശി പിടിക്കുമോ? അതേ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ലൂസ് ചെയ്ത് വിട്ടാൽ ചിലപ്പോൾ നമ്മൾ വേറെ ചില ഒരു ഇത് കിട്ടും. അപ്പം ഏതിനാണ് കൂടുതൽ ശ്രമിക്കുക? ഇപ്പം നമ്മൾ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത് തന്നെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുമോ? അവരുടെ കൂടെ ഒരു മിക്സർ നമ്മൾ എടുക്കാൻ ശ്രമിക്കുമോ? എന്തായിരിക്കും? ഇല്ല, ഞാൻ ആക്ച്വലി കമ്പോസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. പാൽനിലാവിൻ പൊയ്കയിൽ എന്ന് പറഞ്ഞ പാട്ട് സിത്താരയ്ക്ക് സ്റ്റേറ്റ് അവാർഡ്, സംസ്ഥാന അവാർഡ് കിട്ടിയ നല്ല പാട്ടാണ്. നല്ല രസം. അതെ, എനിക്ക് തോന്നുന്നു സിത്താര 10, 14, 15 മണിക്കൂറോളം ആ പാട്ട് 2 ദിവസങ്ങളിലായിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ എന്തിനാ അത്രയും എഫേർട്ട് സിത്താര ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നത് എക്സാക്റ്റ് എനിക്ക് തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കഴിഞ്ഞ ഈ പറഞ്ഞ പോലെ വിച്ചേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ കഴിഞ്ഞൊരു 3 ദിവസം 4 ദിവസം ഞാൻ രാത്രി ഞാൻ സിത്താരയ്ക്ക് മെസ്സേജ് അയക്കുകയാണ്. ഞാൻ വൈകുന്നേരം ടൈപ്പ് ചെയ്ത് വെച്ചതാണ്. കാരണം എനിക്ക് ഞാൻ ഏതോ റെക്കോർഡിങ്ങിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് റെക്കോർഡിങ്സിന് പോകുമ്പോഴും പല സമയങ്ങളിലും ഞാൻ ഇത് ആലോചിക്കും. സിത്താര അന്ന് തന്ന ഒരു ഡെഡിക്കേഷൻ. കാരണം 2 ദിവസങ്ങൾ ഇത്രയും മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്ത് ഞാൻ സിത്താരയോട് ആദ്യം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, സിത്താര എനിക്ക് വേണ്ടത് ഒരു ഡിസ്ട്രിക്റ്റിൽ കലോത്സവത്തിൽ ലളിതഗാനത്തിന് ഫസ്റ്റ് കിട്ടി, ഇനി സ്റ്റേറ്റിൽ വന്ന് പാടുന്നു, അത്രേ ഉള്ളൂ, അങ്ങനെ നിന്ന് പാടിയാൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് ആ സൈക്കോളജിയാണ് സിത്താരയുടെ നിന്ന് വേണ്ടിയിരുന്നത്, ആ പാട്ടിലുള്ള അപ്രോച്ച്. അത് സിത്താര തന്നിട്ടുണ്ട്. അത് കിട്ടാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കമ്പോസിഷൻ എക്സാക്റ്റായിട്ട് പഠിച്ച ശേഷം അവർ തരുന്ന ഒരു ഇൻപുട്ട് ഉണ്ടാവും. അതാണ് എനിക്ക് ആവശ്യം. അല്ലാതെ ഞാൻ ചെയ്തു വെച്ച സോൾ എന്താണെന്ന് കേട്ട് വെറുതെ കേൾക്കലല്ല, അത് മനസ്സറിഞ്ഞ് കേൾക്കാതെ അവരുടെ ഇൻപുട്ട് എനിക്ക് വേണ്ട. എൻ്റെ എക്സാക്ട് പരിപാടി മനസ്സിലാക്കിയ ശേഷം അതിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സംഭവിച്ചോളും അവരുടെ ഇൻപുട്ടൊക്കെ. അതാണ് എനിക്ക് വേണ്ടത്. അതാണ് ഞാൻ വാങ്ങിച്ചെടുക്കാൻ ട്രൈ ചെയ്യാറ്. അങ്ങനെയാണ് എനിക്ക് ഇതുവരെ ഒരു 95% കിട്ടിയിട്ടില്ല. എന്തായാലും കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല സ്ഥലങ്ങളിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷെ മോസ്റ്റ്ലി അതിന് ഞാൻ എന്നെ തന്നെ അനുവദിക്കാറില്ല. ആ സീറ്റിൽ നിന്ന് എഴുന്നേക്കാറില്ല. ആ സീറ്റ് രഞ്ജിൻ്റെതാണ്, അവിടെ തന്നെ ഇരുന്നോളൂ. 10ാം വളവ് ഞാൻ കാണുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആനന്ദ് ശ്രീബാല വന്നപ്പോഴും നമ്മൾ എന്തായാലും ഈ കാലഘട്ടത്തിൽ എല്ലാം ബി ജി നമ്മൾ നോക്കുന്നുണ്ട്. കാരണം ഭയങ്കര ജാറിങ് ആയിട്ടുള്ള ബി ജീസും നമ്മളെ രസിപ്പിക്കുന്ന
രസമുള്ള ബീജീസും എങ്ങനെയാണ് നമ്മൾ അതിനകത്ത് പോകുന്നത് എന്നുള്ളത് നമ്മൾ സിനിമ കഴിഞ്ഞ് ഞാൻ മിക്കവാറും ചിന്തിക്കാറുണ്ട്. ഇതിൻ്റെ ബീജി ഇങ്ങനെയാണ് പോയത്, ഇത് ഇങ്ങനെ വേണമായിരുന്നു എന്നൊക്കെയുള്ള ചിന്തിക്കാറുണ്ട്. നമ്മളൊരു ക്രിയേറ്ററുടെ വശത്ത് നിന്ന് ചിന്തിക്കുന്നത് കൊണ്ട് അങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ രഞ്ജൻ ശരിക്കും ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ അഭിപ്രായം പറയുന്നത്. നമുക്ക് അഭിപ്രായം പറയാൻ കുറച്ചുകൂടി എളുപ്പമാണ്, സ്വാതന്ത്ര്യമുണ്ട്. ചില സീൻസിനെയൊക്കെ നമ്മൾ അങ്ങനെ എൻഹാൻസ് ചെയ്തുവെങ്കിൽ നമുക്ക് അതെങ്കിലും പറയാൻ പറ്റും. പക്ഷേ ഇത് രഞ്ജൻ ക്രിയേറ്ററാണ്. അപ്പം ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു പ്രോസസ്സാണ്. ചിലപ്പോൾ അത് മാറ്റി ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ആരും പറയാതെ തന്നെ സ്വയം മാറ്റി ചെയ്യേണ്ടി വരും, ചിലപ്പോൾ അവർ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ചെയ്ത്. ഇതൊരു പ്രോസസ്സാണ്. ഇതിലെങ്ങനെയാണ് നമുക്ക് മാനസികമായി ഒരുപാട് ഇത് ആരോഗ്യം വേണം. ഇത് ചിന്തിക്കണം, നമ്മൾ വീണ്ടും അതിൻ്റെ കൂടെ സഞ്ചരിക്കണം. അപ്പോൾ പടം കാണുന്ന സമയത്ത് ചിലപ്പോൾ രഞ്ജിന് അത്രയേറെ ഉള്ളിൽ എടുത്ത സീൻ ഉണ്ടാവാം, അല്ലാത്ത സീൻ ഉണ്ടാവാം. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോസസ്സ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് നീളത്തിലുള്ള ചോദ്യം. അതെ, അതായത് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ പ്രോസസ്സ് എനിക്ക് പാട്ടുകൾ കമ്പോസ് ചെയ്യുന്നതായിട്ട് കണക്ട് ചെയ്ത് വെക്കാൻ തോന്നിയിട്ടില്ല. RRR കൃത്യമായിട്ട് എന്താണോ ഡയറക്ടർ അല്ലെങ്കിൽ റൈറ്റർ എഴുതി വെച്ചിരിക്കുന്നത് ആ ഇമോഷൻ കൺവേ ചെയ്തിട്ടില്ലെങ്കിൽ സിനിമ മൊത്തത്തിൽ പാളും. അപ്പോൾ ഒരു ഡയറക്ടർ ചിന്തിക്കുന്ന അതേപോലെ തന്നെ ചിന്തിക്കേണ്ട ഒരു മനുഷ്യനാണ് മ്യൂസിക് ഡയറക്ടർ. ഒരു റൈറ്ററുടെ സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ ഡയറക്ടർ ചിന്തിക്കുന്ന അതേപോലെ തന്നെയാണല്ലോ ഞാനും ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസർ ചിന്തിക്കേണ്ടത്. അപ്പോൾ ആ പ്രോസസ് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മിക്ക ആൾക്കാർക്കും മ്യൂസിക്കിനെ പറ്റി കൂടുതൽ ഒരുപാട് ഭയങ്കര ഡീപ്പായിട്ട് പറയാൻ അറിയണമെന്നില്ല. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവരൊരു ഐഡിയ തരുന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അവരുടെ ഉള്ളിൽ അറിയാം എത്തിയിട്ടില്ല, അല്ലെങ്കിൽ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഓവർ പവർ ചെയ്തു. ഇതവർക്ക് പറയാനറിയാം, പക്ഷെ അത് എത്രമാത്രം എത്തി, ഇനി എത്ര എത്താനുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ഓവർ പവർ ചെയ്തു, ഇത് കൃത്യമായിട്ട് ചിലപ്പോൾ അവർക്ക് പറഞ്ഞുതരാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതിനാദ്യം നമ്മൾ വ്യക്തമായിട്ട് സ്ക്രിപ്റ്റ് മനഃപ്പാടമാക്കിയാൽ മാത്രമേ സിനിമ ചെയ്തിട്ട് കാര്യമുള്ളൂ, സിനിമയുടെ BGM ചെയ്തിട്ട് കാര്യമുള്ളൂ. അത് ഒരിടത്ത് ഇരുന്ന് തന്നെ ചെയ്യായിരിക്കും ആ പണി. ഇപ്പൊ ആനന്ദ് ശ്രീബാലയുടെ ഒരു ഒട്ടും ബഹളമുള്ള ഒരു സ്കോറല്ല ആനന്ദ് ശ്രീബാല നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ അതൊരു ത്രില്ലർ പടമാണ്, അതൊരു ഇൻവെസ്റ്റിഗേഷൻ ഓറിയന്റഡ് ആയിട്ടൊരു മൂവിയാണ്. പക്ഷെ അതിലൊരു ഫീൽ ഗുഡ് എലമെന്റ് ഉണ്ട്. പക്ഷെ 10ാം വളവിന്റെ പാറ്റേൺ ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. നമ്മൾ അതുകൊണ്ട് തന്നെ ബുഡാപെസ്റ്റിൽ ലൈവ് സ്ട്രിങ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കംപ്ലീറ്റ് ചെയ്തത്. ഹംഗറിയിൽ നിന്നാണ് ഹോൾ സ്ട്രിങ്സും പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. കാരണം ആ സിനിമയ്ക്ക് ഈ സൗണ്ട് എഫക്ട്സ് ആയിട്ട് വളരെയധികം കണക്ട് ചെയ്ത് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. കാരണം അത് നടക്കുന്ന ടെറേൻ അങ്ങനത്തെ സ്ഥലമാണ്. ആനന്ദ് ശ്രീബാല നടക്കുന്ന ടെറേൻ വേറെയാണ്, 10ാം വളവിന്റെ ടെറേൻ വേറെയാണ്. ആനന്ദ് ശ്രീബാലയുടെ സൗണ്ടിങ് ഈ ടെറേൻ അനുസരിച്ച് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 10ാം വളവ് ഡെഫിനറ്റായിട്ട് ആ ഒരു സ്ഥലത്തിൻ്റെയും ആ പ്രകൃതിയായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന സ്ഥലത്തിൽ നടക്കുന്ന ഇൻവെസ്റ്റിഗേഷനും ഫാമിലി ഡ്രാമയുടെ പരിപാടി തന്നെയാണ് ആ സൗണ്ടിങ് കീപ്പ് അപ്പ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഭാഗമായി മാറാറുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാൻ പോയി ഇറ്റ്സ് എ വലിയ വിഷയമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു ദിവസം ഫുൾ ഇരുന്ന് സംസാരിച്ചാലും തീരാത്തൊരു വിഷയമായിരിക്കും. എനിക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്. എന്താ വെച്ചാൽ ബ്രോയുടെ മനസ്സിനകത്തൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഈ പ്രോസസ്സ് നമുക്ക് നിങ്ങൾ ഔട്ട് കാണിച്ചു തരുമ്പോൾ നമുക്ക് ഓക്കെ അത് ഇവിടെ ശരിയായില്ല അവിടെ ശരിയായില്ല എന്നൊക്കെ പറയാം. പക്ഷേ ഈ പ്രോസസ്സിനെ കുറിച്ച് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ആദ്യം ഈ പറഞ്ഞില്ല, സോളമൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, മോള് മരിച്ചു നിൽക്കുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ 10ാം വളവിന്റെ കഥ ഞാൻ പറയുന്നത്, ആ സ്ഥലത്തിന്റെ ഒരു എസ്തറ്റിക് ബ്യൂട്ടി ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ സ്ഥലത്ത് ഇന്ന് നടക്കുന്ന വിഷയം എന്താണ്? ഒരു കുഞ്ഞ് മരിച്ചിരിക്കുന്നു, അച്ഛൻ്റെ അമ്മയുടെയും വിഷമം. അപ്പോൾ ആ ഒരു വൈബ് ഇങ്ങനെ കീപ്പപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷെ ആ ടെറൈനായിട്ട് മാച്ച് ചെയ്ത് നിൽക്കണം. അതിന് ഒരു ഓർക്കസ്ട്രൽ പരിപാടി വർക്കാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഓർക്കസ്ട്രൽ പരിപാടിയാണ് അവിടെ നമ്മൾ കൊണ്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ബിഗർ സൈസ് ഓഫ് ഒരു 52 പേരും എന്തോ വായിച്ചിരുന്നത്. ഇത്രയും പേരുടെ ഒരു ലൈവ് വിയോള, വയലിൻ, ചെല്ലോ, ഡബിൾ ബേസ് ഒരു സെഷനാണ് നമ്മൾ കണ്ടക്ട് ചെയ്തത്. അപ്പോൾ അത് ചേരും, ആ സ്ഥലത്തിന് അത് ചേരും. ആനന്ദ് ശ്രീബാലയിൽ പറഞ്ഞ പെട്ടെന്ന് ഫ്ലിപ്പായി നടക്കുന്ന ഒരു നായകനാണ്. പെട്ടെന്ന് അമ്മയെ കാണുന്നു, എന്നാൽ അവൻ്റെ ഉള്ളിലൊരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ എന്തൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്, മൈൻഡ് സെറ്റ് വൈസ് തന്നെ അവൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. അർജുൻ്റെ ക്യാരക്ടറിൽ, ആനന്ദിൻ്റെ ക്യാരക്ടറിൽ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. അത് നടക്കുന്ന സ്ഥലം സിറ്റിയാണ് ആണല്ലോ. അപ്പോൾ ആ ഒരു ചേഞ്ച് ഓഫ് ടൊണാലിറ്റി എന്തായാലും ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. അപ്പോൾ അതാണ് 10ാം വളവും ആനന്ദ് ശ്രീബാലും തമ്മിലുള്ളൊരു ഡിഫറൻസ്. പക്ഷെ നിങ്ങൾ ചെയ്ത ഏറ്റവും നല്ല ഇൻവെസ്റ്റിഗേഷനും ജോസഫിലെയാണ്. ജോസഫ് വേറൊരു സിനിമയാണത്. നമ്മൾ ഇങ്ങനെയൊന്നും പെട്ടെന്ന് നമ്മൾ ജോണർ ഫിക്സ് ചെയ്യുമ്പോഴും ഒക്കെ ജോസഫിനെ നമ്മൾ ഇനി ആ ജോണറിലൊന്നും പെടുത്താൻ പറ്റില്ല. ജോസഫ് പോലൊരു സിനിമ എന്നെങ്കിൽ നമുക്ക് ഇനി വേണമെങ്കിൽ പറയാം, ജോസഫ് ഉള്ളതുകൊണ്ട്. പക്ഷെ ജോസഫ് വരുന്ന സമയത്ത് അങ്ങനെ ഒരാൾ, അങ്ങനെ ഒരു നായകൻ, അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ, ആ സിനിമയുടെ ട്വിസ്റ്റുകൾ, മൂഡ് എന്നാൽ നമ്മളെ വേറൊരു തരത്തിൽ ആകർഷിക്കുന്നുണ്ട്. അയാളുടെ ഭാര്യയും തമ്മിലുള്ള കണക്ഷൻ അത് അതിനകത്ത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഇൻവെസ്റ്റിഗേഷനാണ്, ത്രില്ലറാണ്, വേറൊരു ജോണറിലൊരു പടമാണ്. പക്ഷേ അതിൻ്റെ ഒരു തരത്തിലുള്ള ബഹളവും ഇല്ല,
ഈ സമാധാനമുള്ളൊരു പടം, പക്ഷെ ഹെവി ആയിട്ടുള്ള കഥ. ജോസഫ് ശരിക്കും രഞ്ജിന്റെ ലൈഫ് തന്നെയല്ലേ ശരിക്കും? ഡെഫിനറ്റ്ലി ആണല്ലോ. കാരണം നമ്മൾ ഇത്രയും കാലം കഴിഞ്ഞു, 6 വർഷം കഴിഞ്ഞിട്ടും നമ്മൾ എന്തൊക്കെ വിഷയത്തിൽ പോലും ജോസഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഉയരുന്നതിലേക്കും പൂമുത്തോളയിലേക്കും കണ്ണത്തൂരത്തിലേക്കും വരുന്നു എന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി എൻ്റെ ലൈഫ് തന്നെയാണ്. അപ്പോൾ 2018 ആണ് ജോസഫ് നവംബർ 16 റിലീസാവുന്നത്. എൻ്റെ 2 സിനിമകൾ റിലീസാവുന്നത് നവംബർ 16 നിത്യഹരിത നായകൻ എന്ന് പറഞ്ഞ സിനിമയും ജോസഫ്. അപ്പോൾ പപ്പേട്ടൻ്റെ അടുത്ത് നമ്മൾ ഓൾറെഡി ചാൻസ് ഒക്കെ ഞാൻ ചോദിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പലപ്പോഴുമായിട്ട്. പക്ഷെ പപ്പേട്ടനെ എന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ എൻ്റെ ഒരു പപ്പേട്ടൻ്റെ സുഹൃത്തും എൻ്റെ ഒരു കോമൺ സുഹൃത്ത് വഴി പപ്പേട്ടനിലേക്ക് എത്തുകയും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കുറേ ആഡുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയും അപ്പോൾ അവിടെ വെച്ച് പപ്പേട്ടൻ്റെ ഒരു ഓഫർ BGM ചെയ്യാനുള്ള ഓഫർ ആദ്യം തരുന്നത്. അപ്പോൾ ജോസഫ് ആയിരുന്നില്ല സിനിമ, വേറൊരു സിനിമയായിരുന്നു. അപ്പോൾ പറഞ്ഞു പാട്ടുകൾ ഓൾറെഡി പ്രകാശ് ഉള്ളിയേരി എന്ന് പറഞ്ഞ ഒരു മ്യൂസിഷ്യൻ ഉണ്ട്, എൻ്റെയും സുഹൃത്താണ്, പാലക്കാടുള്ള മ്യൂസിഷ്യൻ. അപ്പോൾ പ്രകാശ് ചേട്ടൻ ഓൾറെഡി ചെയ്തു പാട്ടുകൾ എന്ന് പറഞ്ഞു. അത് വേറെ ഏതൊരു സിനിമയായിരുന്നു. പിന്നീടാണ് പെട്ടെന്ന് പപ്പേട്ടൻ്റെ ഒരു കോള്, അവിടെ 2 പാട്ട് ചെയ്യാൻ പറ്റും ഇമീഡിയറ്റ്ലി. പടം പെട്ടെന്ന് പറയുന്നത് ഇന്ന ദിവസം തുടങ്ങാൻ പോവുകയാണ്. ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങും പിന്നെ ഒരു പ്രണയഗാനം, കരിനീല കണ്ണുള്ള പെണ്ണ്. ഈ 2 സിറ്റുവേഷനാണ് ആദ്യം പറയുന്നത്. പിന്നീടാണ് അത് 3, 4, 5 അതിലെ പാട്ടുകൾ മാറി. സിനിമ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാം ശ്രദ്ധിക്കും. അപ്പോ സിനിമ മോശമായ ഒന്നും നോക്കില്ല, പലതും ഒരു വഴിക്ക് അപ്പോഴും നമ്മൾ ഇതേ എഫേർട്ടൊക്കെ ഇടുന്നുണ്ട്. അതൊരു സങ്കടമാണല്ലേ. ഈ ഞാൻ എപ്പോഴും പാട്ട് പറഞ്ഞാണ് പാടിപ്പിച്ചത്. രഞ്ജിന് ഇഷ്ടമുള്ളൊരു പാട്ടും കൂടെ പാടുമോ? എന്റെ പാട്ടല്ലാത്ത പാട്ടൊക്കെ ഞാൻ വേണമെങ്കിൽ പാടാം, പഴയ പാട്ടിൽ പാടാം. എന്റെ പാട്ട് ഡെഫിനറ്റ്ലി ഇഷ്ടമാണ്, ഞാൻ അങ്ങനെയല്ല പറയുന്നത്. കൂടുതൽ എന്റെ പാട്ടാണല്ലോ ചോദിച്ചത്, അതുകൊണ്ട് തന്നെ അതെനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചത്. രഞ്ജിന് ഇഷ്ടമുള്ള എനിക്ക് ഇഷ്ടമുള്ള പാട്ട്. ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു, ഈറൻമൂകിൽ മാലകളിൽ ഇന്ദ്രധനുസെന്ന പോലെ ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. പലപ്പോഴും ഇൻസ്പിറേഷൻ ആവുന്നത് അമ്മ ഒരു ഇൻസ്പിറേഷനാണ്, അപ്പം ഭാര്യയും ഒരു ഇൻസ്പയർ ചെയ്യുന്നൊരു എലമെന്റ് ആണ്. ചില കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്തായിരിക്കും തീരുമാനിക്കുന്നത്. എങ്ങനെയാ ആ റിലേഷൻഷിപ്പ് എന്ന് സത്യത്തിൽ എനിക്കറിയില്ല. അമ്മയാണ് ഞാൻ മ്യൂസിക് പഠിക്കാനുള്ള കാര്യം. ഞാൻ 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ നിന്നും വരുന്ന ഒരു മ്യൂസീഷ്യൻ ഉണ്ട്. നമ്മൾ ഏട്ടെന്നാണ് വിളിക്കുക, ദിവാകരേട്ടെന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ ഫാമിലി മെമ്പറിനെ പോലെ തന്നെ ഒരു വ്യക്തിയാണ്. അപ്പോൾ ദിവാകരേട്ടനാണ് എന്നെ ആദ്യമായിട്ട് സ്വരങ്ങൾ പഠിപ്പിക്കുന്നതും ഒക്കെ. അപ്പോൾ അമ്മയുടെ നിർബന്ധപ്രകാരമാണ്, അമ്മയുടെയും മുത്തശ്ശിയുടെയും അമ്മയുടെയും ഒരു നിർബന്ധപ്രകാരമാണ് ഞാൻ മ്യൂസിക് പഠിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ അപ്പോഴേ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ചിലപ്പോൾ ഭജന ഉണ്ടാവും, അതിൻ്റെ ഭാഗമാവും, ചിലപ്പോൾ ഗഞ്ചുര എടുത്ത് ഞാൻ കൊട്ടും. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ചെറുപ്പത്തിലുണ്ടായിരുന്ന ഒരു മ്യൂസിക്. ഈ ഗ്രാമീണത നിറഞ്ഞ ഒരു മ്യൂസിക്കലായിട്ടുള്ളൊരു കൾച്ചർ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ വളർന്നത്. അപ്പോൾ അമ്മയാണ് അങ്ങനെ മ്യൂസിക് പഠിക്കാൻ തുടങ്ങാനുള്ള കാരണം. കലോത്സവ വേദികളിൽ എന്നെ എത്തിക്കുന്നതും അമ്മയാണ്. അമ്മയും മുത്തശ്ശിയും ഇവരുടെ ഓട്ടമാണ് എന്നെക്കാട്ടിലും കൂടുതൽ കലോത്സവ വേദികൾ കണ്ടിട്ടുണ്ടാവുക. എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂടെ പഠിക്കുന്ന ആൾക്കാരും ടീച്ചേഴ്സും ഒക്കെ. അപ്പോൾ അങ്ങനെയാണ് ഈ കലോത്സവ വേദികൾ എന്നെ ഒരുപാട് വളർത്തിയിട്ടുണ്ട്. നമ്മുടെ കോൺഫിഡൻസിനും സ്റ്റേജിൽ നിൽക്കാനുള്ള ഒരു ധൈര്യത്തിനും. ഇപ്പോഴും മുട്ടി പറിക്കുന്ന ആളാണ് ഞാൻ പാടാൻ നിൽക്കുന്ന സമയത്ത്. വെള്ളി വീഴുന്നുള്ള കോൺഷ്യസ്നെസ് എപ്പോഴും കൂടുതലാണ്. അമ്മ തന്നൊരു ധൈര്യമാണ് കലോത്സവ വേദികൾ. അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ഒരു ആനിവേഴ്സറിക്ക് എൻ്റെ ഒരു പാട്ട് കേൾക്കാൻ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ആ ആനിവേഴ്സറി ഡേറ്റ് ആവാൻ കാത്തിരിക്കുന്ന ഒരാളാണ് അമ്മയും മുത്തശ്ശിയൊക്കെ, കാരണം എൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി അത് തന്നെയാണ് നമ്മളിലേക്ക് ശരിക്കും ഇട്ട് തന്ന ഒരു കാര്യം. ലൈഫ് ഇട്ട് തന്നത് അത് തന്നെയാണ്. പിന്നെ കല്യാണം കഴിയുന്ന സമയത്ത് ഞാൻ കിരൺ ടിവിയുടെ സൂര്യ മ്യൂസിക്കിൻ്റെ ഒക്കെ ആങ്കറായിരുന്നു. അപ്പോഴേക്കും സ്റ്റാർ സിംഗർ കഴിഞ്ഞു. ഞാൻ കുറേ സ്റ്റേജ് ഷോകളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ആങ്കറിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ഉള്ളൊരു വലിയൊരു ചോദ്യം കോൺഷ്യസ്നെസ്സുമാണ്. അതായത് എൻ്റെ ഫേസ് ഇങ്ങനെ ഈ ആങ്കറിങ്ങിലൂടെയും ഇങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരുന്നാൽ ഞാൻ ഭാവിയിൽ മ്യൂസിക് കമ്പോസർ ആകുമ്പോൾ അത് എങ്ങനെ കണക്റ്റ് ആവും? ആൾക്കാർ വിചാരിക്കില്ലേ, ആൾക്കാർ കണക്ട് ചെയ്യാതിരുന്നാലോ? ആ ഒരു ടെൻഷൻ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വരുമാനവും ലിവിങ്ങും ഒക്കെ അതാണ് താനും. അപ്പോൾ അത് ഭയങ്കര പേടിയായി പോയി, എന്താ ചെയ്യുക? പക്ഷെ ഒരു ധൈര്യത്തിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ആങ്കറിങ് നിർത്താനുള്ള ഒരു ചെറിയൊരു റീസൺ ഉണ്ടായി. അതോടൊപ്പം തന്നെ എൻ്റെ മനസ്സിലെ ചോദ്യങ്ങൾക്കൊരു ഉത്തരം ആ റീസൺ ഞാൻ എടുത്ത് മാറ്റിയിട്ട് അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ ഓൺ സ്ക്രീനിൽ അധികം എവിടെയും ഞാൻ വരാതെ ഞാൻ ജിംഗിൾസും കാര്യങ്ങളും
ഞാനത് ഗ്രാബ് ചെയ്തുകൊണ്ടിരുന്നു, അവസരങ്ങൾ തേടിക്കൊണ്ടിരുന്നു. ഞാൻ പല ചാനലുകൾക്ക് വേണ്ടിയിട്ടും അവിടെ പോയി അവരോട് ചാൻസ് ചോദിച്ചിട്ടും അവിടെയുള്ള പല ബന്ധങ്ങൾ ഞാൻ ഉപയോഗിച്ച് എൻ്റെ വർക്കുകൾ കേൾപ്പിച്ചിട്ടും ഒക്കെ ഞാൻ അവിടുത്തെ ഒരു ഇൻ ഹൗസ് മ്യൂസിക് പ്രൊഡ്യൂസറൊക്കെ ആയിട്ട് എൻ്റെ ഒരു പ്രോഗ്രാമിനും ചെയ്തിട്ടുണ്ട്. രഞ്ജിൻ മറന്നുപോയതാ. ചേട്ടൻ വിളിച്ച സമയത്ത് ഞാൻ അങ്ങനെയാണ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചേട്ടൻ നമ്പർ. പക്ഷെ എനിക്ക് കണക്ട് ആയില്ല ഇദ്ദേഹമാണ് അദ്ദേഹം എന്നുള്ള കാര്യം. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു ആഡ് ചെയ്യാൻ വിളിക്കുന്നതായിരുന്നു. അങ്ങനെയാണ് ഞാൻ സേവ് ചെയ്ത് ഒരു ആഡ് ചെയ്യാൻ വിളിക്കുന്ന ആരോ ആണ് ഞാൻ, അല്ലെങ്കിൽ സേവ് ചെയ്ത് പണ്ട് എപ്പോഴും സേവ് ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത്. അപ്പോഴാണ് ചേട്ടന്റെ ഫോട്ടോ കണ്ടപ്പോൾ അയ്യോ ഈ അതൊരു ഇൻവെസ്റ്റിഗേഷൻ ബേസ്ഡ് ആയിട്ടുള്ള സാധനമായിരുന്നു. ഞാൻ സേവ് ചെയ്തിരിക്കുന്നത് രജനീഷ് കേരള വിഷൻ ഇൻവെസ്റ്റിഗേഷൻ മ്യൂസിക്. അത്രയും വരെ സേവ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു റെഫറൻസ് ഒക്കെ തന്നോ, എനിക്ക് എന്താണോ എക്സാക്ട് ഉദ്ദേശിച്ചത് അത് തന്നെ കിട്ടുകയും ചെയ്തു. അത് തന്നെ തരാം എന്നൊക്കെ, അതുപോലെ ഒന്നല്ല, അത് തന്നെ തരാം. അപ്പൊ കല്യാണം കഴിഞ്ഞ സമയത്ത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഒരു ബഡ്ഡിങ് സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ നിൽക്കാൻ ആളില്ലെങ്കിൽ ശരിക്കും പെട്ടുപോകുമല്ലോ, നമുക്ക് പിന്നെ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ വൈഫ് 100% അന്ന് തന്നെ എൻ്റെ കൂടെ നിന്നൊരു വ്യക്തിയാണ്. അതിൻ്റെ എനിക്ക് തോന്നുന്നു അന്ന് ആ ധൈര്യം കാണിച്ച് എൻ്റെ കൂടെ നിന്ന കൊണ്ടാണ് നമുക്ക് ഇന്ന് ഇത്രയും പടങ്ങൾ ചെയ്യാൻ പറ്റിയതും ഇന്നും അതിനേക്കാട്ടിലും സ്ട്രോങ് ആയിട്ട് തന്നെ കൂടെ ഉണ്ട്. ഇപ്പം ഡിസ്കഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അഭിപ്രായം ഹെവി ആയിട്ട് എങ്ങനെയാ ചോദിക്കുക? അത് ഞാൻ ആക്ച്വലി സിനിമകൾ ഇപ്പോൾ കൂടുതൽ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും പുള്ളിക്കാരി ഹെൽപ്ഫുൾ ആവാറുണ്ട്. പിന്നെ അത് കൂടാതെ ചെയ്യുന്ന മ്യൂസിക് ജഡ്ജ് ചെയ്യാൻ പുള്ളിക്കാരി എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവാറുണ്ട്. കാരണം എൻ്റെ വീടും സ്റ്റുഡിയോയും തൊട്ട് മേലെയും താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു സാധനം ക്രിയേറ്റ് ആകുമ്പോൾ ഏറ്റവും ആദ്യം കേൾപ്പിക്കാൻ ഒരു ലേമനെ കേൾപ്പിക്കാൻ തോന്നുമ്പോൾ സാധ്യത കൂടുതൽ വീട്ടിലുള്ള ആളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും കേൾക്കുന്ന സമയത്ത് നമുക്ക് പുള്ളിക്കാരുടെ ഒരു റെസ്പോൺസ് ഒന്ന് മനസ്സിലാവാറുണ്ട്, ഇത് എന്താണ് ഫീൽ ചെയ്യുന്നത്. കാരണം എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാതരം മ്യൂസിക്കും അല്ലെങ്കിൽ എന്നെക്കാട്ടിലും അപ്ഡേറ്റഡ് ആണ് പല കാര്യങ്ങളിലും, നോട്ട് ഓൺലി ഇൻ മ്യൂസിക്, എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് റിയാക്ഷൻ എന്ന് ഞാനിങ്ങനെ ശ്രദ്ധിക്കും. പക്ഷെ എല്ലാം വിശ്വസിക്കില്ല, പക്ഷേ നമുക്ക് കൺവിൻസിംഗ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ എടുക്കും. അപ്പോൾ അതൊരു ഹെൽപ്ഫുൾ ആവാറുണ്ട്. ഒരു ക്രിറ്റിസിസം ആയിരിക്കും പ്രതീക്ഷിക്കുന്നതല്ലേ? അതെ, അത് ചെയ്യാറുണ്ട്, ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. പക്ഷെ അത് വാല്യുബിൾ ആയിട്ടുള്ള വാലിഡ് ആയിട്ടേ പറയാറുള്ളൂ, പറയാൻ വേണ്ടി പറയാറില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് ഭയങ്കര സപ്പോർട്ടാണ്. ഡെഫിനറ്റ്ലി ആണല്ലോ. നമുക്ക് പലതും റിമൂവ് ചെയ്യാനും പലതും ക്രിയേറ്റ് ചെയ്യാനും പലതും റീതിങ്ക് ചെയ്യാനും എല്ലാത്തിനും. അതാ പറയുക, മ്യൂസിക്കിൻ്റെ കാര്യം മാത്രമല്ല, നമ്മൾ ലൈഫ് ജേർണിയിൽ തന്നെയുള്ള പല കാര്യങ്ങളിലും അങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കാനും എടുക്കാതിരിക്കാനും ഒക്കെ ഗുണമായിട്ട് മാറാറുണ്ട് സപ്പോർട്ട്. കാവൽ സിനിമ ഇറങ്ങുന്ന സമയത്ത് സന്തോഷ്, മറ്റേ സംഗീത എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിൽ പോയ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് സന്തോഷ് കുറച്ചൊരു ഫിസിക്കലി കുറച്ച് പ്രോബ്ലംസ് ഉള്ള ഒരാളാണ്. അപ്പം സന്തോഷിൻ്റെ ഒരു പാട്ട് സുരേഷ് ഗോപി ചേട്ടൻ ശരിക്കും പറഞ്ഞിട്ട് പാടിക്കുമ്പോൾ അത് അയാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു സാധനമായിട്ട് രഞ്ജിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളി നന്നായിട്ട് പാടി, നല്ല രസമുള്ളൊരു ഫീല് നമുക്ക് തന്നു. നമ്മൾ ആ പാട്ട് കാണുന്ന സമയത്ത് നമ്മൾ അങ്ങനെ തന്നെ അതിനകത്ത് ഇരുന്നു. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊക്കെ പറയാം. ചെയ്യുന്നതിന് മുമ്പ് രഞ്ജിൻ അങ്ങനെ ഒരാൾക്കൊരു പാട്ട് കൊടുക്കുന്ന സമയത്ത് അത് വെറുതെ ആയി പോകരുത് എന്നുള്ളത് രഞ്ജിൻ്റെ മനസ്സിലുണ്ടാവുമായിരിക്കും. പക്ഷെ അത് വെറുതെ ആയിട്ടില്ല, അത്രയും നന്നായിട്ടൊരു മെലഡി തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആ പാട്ട് വന്ന വഴി സുരേഷ് ചേട്ടൻ പറയുമ്പോൾ പാട്ട് കയ്യിലുണ്ടായിരുന്നു? അത് പാട്ട് കയ്യിലുണ്ടായിരുന്നു. അതായത് നമ്മൾ കാർമേഘം മൂടുന്നു എന്ന് പറഞ്ഞ പാട്ട് ഞാൻ ആദ്യം ചെയ്ത ട്യൂൺ വ്യത്യാസം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിതിൻ പറഞ്ഞു, എടോ ഒരു തമ്പുരു ഇട്ട് പാടിയാൽ പോലും പാടാൻ പറ്റുന്ന ഒരു പാട്ടായിരിക്കണം, അധികം ഒരു ബഹളം, ഒരു അറേഞ്ച്മെന്റിന്റെ ബ്രില്യൻസ് കാണിക്കാനുള്ള ഒരു വെപ്രാളം ഒന്നും അതിൽ പാടില്ല. അപ്പോൾ ഒരു ചെറിയൊരു കീ പിടിച്ചാലും ഒരു സസ്റ്റെയിൻ ഒരു പാഡ് പിടിച്ചാൽ ആ പാട്ട് പാടാൻ പറ്റില്ലേ, ആ ഒരു അവസ്ഥയിലുള്ള ഒരു പാട്ടായിരിക്കണം, അങ്ങനെ കേൾക്കുമ്പോഴും രസിക്കുന്ന ഒരു പാട്ടായിരിക്കണം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കാർമേഘം മൂടുന്നു എന്ന് പറഞ്ഞ പാട്ടുണ്ടാക്കുന്നത്. ഈ പറഞ്ഞ പോലെ 2 പാട്ടും വിജയ് യേശുദാസ് പാടണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാനത് കമ്പോസ് ചെയ്തത്. എന്നോമൽ നിധിയിലെ ആണെങ്കിലും കാർമേഘം മൂടുന്നു ആണെങ്കിലും. അപ്പോൾ ഹരിനാരായണൻ ചേട്ടൻ ലിറിക്സ് എഴുതാൻ വന്ന സമയത്താണ് എന്നോട് പറയുന്നത്. അപ്പോൾ നിതിനുണ്ട്, ഞാനുണ്ട്, ഹരിനാരായണൻ ചേട്ടനുണ്ട്, കാവലിൻ്റെ 2-3 ക്രൂ മെമ്പേഴ്സും കൂടെ ഉണ്ട്. അപ്പോൾ ഹരിയേട്ടനാണ് പറയുന്നത്, ഇത് ചിത്ര ചേച്ചി പാടിയാൽ എങ്ങനെ ഇരിക്കും എന്ന് വെച്ചത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേ സ്വരത്തിൽ തോന്നി അതന്നെയാണ് നല്ലത്. കാരണം എനിക്ക് തോന്നുന്നു റേച്ചലിൻ്റെ ക്യാരക്ടർ കൂടുതൽ സ്ക്രീൻ പ്രസൻസും അല്ലെങ്കിൽ സ്ക്രീൻ ടൈമൊക്കെ കൂടുതൽ റേച്ചലിൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളുടെ ഒരു പെർസ്പെക്റ്റീവിൽ അത് പറയാൻ ചിത്രേച്ചി പാടുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ കൺവിൻസിങ് ഒരു ഫീമെയിൽ ശബ്ദത്തിൽ കൂടെ വരും എന്ന് തോന്നിപ്പോയി.
അങ്ങനെയാണ് ചേച്ചിയിലേക്ക് ആ പാട്ട് എത്തുന്നത്. അപ്പോൾ തന്നെ സുരേഷ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പാട്ട് സന്തോഷിനെ പാടിപ്പിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഈ പാട്ടിൻ്റെ ഒരു മെയിൽ വേർഷനും കൂടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ. അപ്പോൾ അത് നല്ലൊരു പ്രൊമോഷൻ കിട്ടുകയും ചെയ്തു. കാരണം നമുക്കത് ആ മേക്കിംഗ് വീഡിയോ തന്നെ നല്ലൊരു ആൾക്കാരിലേക്ക് എത്തി. ഈ പ്രൊമോഷനെക്കാട്ടിലുപരി സന്തോഷ് എന്ന ഗായകനെ ആൾക്കാർ അറിഞ്ഞു, സന്തോഷ് എന്ന ഗായകനെ ആൾക്കാർക്ക് കാണാൻ പറ്റി. അതുകൂടാതെ ഏറ്റവും ആദ്യമായിട്ട് ഒരാൾ സിനിമയിൽ പാടുന്ന ഒരു അവസരം എന്നിലൂടെ കൂടെ ഉണ്ടായി. ഞാനും കൂടെ അതിൻ്റെ ഭാഗമായി മാറാനുള്ളൊരു അവസരം കിട്ടി. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു കാര്യമായിട്ട് കാണാം. നമ്മളപ്പോഴേ പ്രകാശം പുത്തൂറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ വരി കഴിയുമ്പോഴാണ് അതിന് കുറച്ചുകൂടെ ഒരു ഭയങ്കര ഒരു ജീവൻ വരുന്നത്. കാർമേഘം മൂടുന്നു, കണ്ണീരാ പെയ്യുന്നു, ഇടറി വീഴുമീ കിനാവു കൂട്ടില, ഇഴമുറിഞ്ഞു നീ ഇരുതേങ്ങൽ ബാക്കിയ, ഒരു കാറ്റിനാൽ തിരിയൂതവേ മെഴുകോർമകൾ ഇരുളാകവേ പറയാതെ പോയി നീ. അത് നല്ല രസമുള്ള പാട്ടാണ് കേട്ടോ. ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്, വേറെയൊക്കെ ചെയ്തിട്ടുണ്ട്, വേറെ ജോണേഴ്സ് ഒക്കെ പിടിക്കുന്നുണ്ട്. പക്ഷേ ഈ ജോണറിനാണ് എൻ്റെ ഓഡിയൻസ്. ഞാനത് പറയാറ് എഞ്ചിനാല് കുടുങ്ങി കിടക്കുവാണ് സത്യം പറഞ്ഞു. എളുപ്പം രക്ഷപ്പെട്ടു കേട്ടോ. പക്ഷെ രക്ഷപ്പെട്ടാലും ഞങ്ങൾക്ക് പാട്ട് തന്നോണ്ടിരിക്കുന്നത്. അതെ, ഇടയ്ക്ക് എന്തായാലും മെലഡി എനിക്കും അത് ചെയ്യുമ്പോഴേ സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. ഡെഫിനറ്റ്ലി. അല്ല, അതിന്റെ ഉള്ളിൽ പോകുന്നുണ്ട് നമ്മള്. ഇപ്പൊ രഞ്ജിൻ പാടുമ്പോൾ ഇത് യഥാർത്ഥ ഗായകർ പാടിയത് തന്നെയാണ് നമ്മൾ മനസ്സിനകത്ത് കരുതുന്നതും രഞ്ജിൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. നമുക്ക് സെയിം ഫീലാണ് ഓരോ പാട്ടും. എൻ്റെ എല്ലാ ഗായകരും എനിക്ക് തോന്നുന്നു ഇതുവരെ ചെയ്ത എല്ലാ പടത്തിലെ ഗായകരും ഞാൻ കമ്പോസ് ചെയ്ത ഫീൽ മാക്സിമം ഡെലിവറി ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഭാഗ്യവാനാണ്. ഇടയ്ക്ക് ആ സനാം മൊയ്തൂട്ടി എന്ന് പറയുന്ന സിംഗറെ കൊണ്ടുവന്നു ഞാനും നീയും അതിന് വേറൊരു ഫീലാണ് കേട്ടോ. നീയും ഈരാവും പ്രേമം പ്രണയം അനുരാഗം ഹൃദ്യം മധുരം എന്നെന്നും എനിക്കു മാത്രം അവിടൊരു മറയും പാടില്ല. ശരിക്കും ഇൻസ്റ്റ സോങ് ആണ്. ഞങ്ങൾ ചിലതൊക്കെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യും, ഇത് ഇൻസ്റ്റയിൽ ഹിറ്റ് ആവുമായിരിക്കും അല്ലേ എന്ന് വിചാരിക്കും. ശരിക്കും ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ ചില പാട്ടുകളൊക്കെ ഇൻസ്റ്റയിൽ ഭയങ്കരമായിട്ട് ഹിറ്റ് ആവും കേട്ടോ. പേസ് മഴ അങ്ങനെയാണ് കയറിപ്പോയത്. അധികം ആൾക്കാർ കേട്ട് ഇരിക്കാത്ത സമയത്താണ് ഇൻസ്റ്റയിൽ കൂടെ ട്രെൻഡിങ്ങിലേക്ക് പോയി കുറേ നാളുകൾ അത് സസ്റ്റെയിൻ ചെയ്തു. അങ്ങനെയാണ് പരിപാടിയല്ലേ ഇൻസ്റ്റ നമ്മളെ സഹായിക്കും. പക്ഷെ നമ്മളത് ട്രസ്റ്റ് ചെയ്യാനോ അത് ഡിപ്പെൻഡ് ചെയ്യാനോ പോവാറില്ല കേട്ടോ. ഞാൻ പോയിട്ടില്ല. ഇൻസ്റ്റയിൽ അത് ഹിറ്റ് അടിക്കുന്നൊന്നും അങ്ങനെ ചിന്തിക്കുന്നത് ഹിറ്റ് ആവില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ സാധനത്തിൽ സംസാരിക്കുന്ന അഴലിന്റെ ആഴങ്ങളിലൊക്കെ വേറൊരു തരത്തിൽ ആഘോഷിക്കപ്പെടുകയാണ് ഇൻസ്റ്റയിൽ. ഇതെങ്ങനെയാണ് ഇൻസ്റ്റ പാട്ടായതെന്നുള്ളത് അതിന്റെ സൈക്കോളജി എനിക്കറിയില്ല. എഞ്ചിനൊക്കെ ചിന്തിക്കില്ല. റീലൊക്കെ എടുക്കുന്ന സമയത്ത് അവർക്ക് ആ റീലിന്റെ വിഷ്വലായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഇമോഷൻ ഏതെങ്കിലും ഒരു പാട്ടിൽ ഹുക്ക് ചെയ്യും. അപ്പൊ അത് പിന്നെ ഒരാൾ കാണുമ്പോൾ അത് പല ആൾക്കാരിലേക്ക് എത്തുന്നു. ഈ ഹരിശങ്കറിന്റെ വോയിസ് ഒക്കെ അതിനെ സഹായിക്കുന്ന ഒരു ഇതാണ്. ശബ്ദം എന്നല്ല, എനിക്ക് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ ടൈപ്പ് പാട്ടുകൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുമല്ലോ. അപ്പൊ ഇപ്പൊ കാലഘട്ടത്തിൽ ഇതേപോലുള്ള പാട്ടുകൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഇതൊക്കെ പോട്ടെ, ഞാൻ വീണ്ടും എൻ്റെ ഇഷ്ടങ്ങൾ പറയുന്നത് അങ്ങനെ ഗൈഡ് ചെയ്യുന്നതല്ല. രഞ്ജിന് ഇഷ്ടമുള്ള ഇപ്പോൾ ബാബുക്കയുടെ പാട്ടോ ഇല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി സാറിൻ്റെ പാട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട്, ഒരു പഴയ പാട്ട് രഞ്ജിൻ ആസ്വദിച്ച് പാടുന്ന കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ അതിഗൂഢമെന്നൂടെ ആരാമത്തിൽ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ അതിഗൂഢമെന്നൂടെ ആരാമത്തിൽ.
ഈ സ്വപ്നങ്ങൾ കുറേ കണ്ടു. കാലം ഇത് പാടി തെറ്റുകൾ ക്ഷമിക്കുക അത് ക്ഷമിച്ചോളൂ, അത് കുഴപ്പമില്ല. പക്ഷെ ഈ പാട്ട് ആവർത്തിച്ച് കേൾക്കുക, ഇത് നിങ്ങളെ വായിക്കാത്തൊന്ന് കേൾക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് ആ സ്വപ്നങ്ങൾ കണ്ടു വരുമ്പോഴേ ഇതെങ്ങനെയാണ് രഞ്ജൻ പാടുന്നത് ഓക്കെയാണ്, എനിക്കിഷ്ടമാണ്. കാരണം ഇതെങ്ങനെ കേട്ടാലും നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന ഒരു പാട്ടാണ് ഇത്. ഞാൻ ഗാനമേളകൾ പാടുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കുറെ ആദ്യം കുറച്ച് മെലഡീസ് പാടും, ചില സെമി ക്ലാസിക്കൽ പാടും, പിന്നെ ഫാസ്റ്റ് നമ്പറിലേക്ക് എടുക്കും. എന്നിട്ട് വീണ്ടും ഇല്ല ഞാൻ നല്ലൊരു ഗായകൻ തന്നെയാണെന്ന് കാണിക്കാൻ വേണ്ടി വീണ്ടും ഒരു പുഷ്പം പാടിയിട്ട് വീണ്ടും ബാക്ക് ടു അങ്ങനെയൊക്കെയുള്ളൊരു കഴിവ് ഡൈനാമിക്സ് ആണ് ഗാനമേള പാടുന്ന സമയത്ത്. ഈ ജോലി ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ടല്ലോ, അതിനോടൊപ്പം ചോദിക്കേണ്ട സ്ട്രെസ് മാനേജ്മെന്റ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. തീർച്ചയായിട്ടും അതെങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ അതാ പറഞ്ഞു ചേട്ടനും എന്നെ കൊണ്ട് ബാബുഗഡ പാട്ട് പാടൂ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ വളരെ ഫേമസ് ആയിട്ടുള്ള ബാബുഗഡ എല്ലാവർക്കും അറിയുന്ന പാട്ടിനെക്കാട്ടിലും വളരെ റെയർ ആയിട്ടുള്ള പാട്ടുകൾ പെട്ടെന്ന് ഞാൻ പാടാറുണ്ട് നോർമലി. പക്ഷെ ഇപ്പൊ എനിക്ക് ഫുൾ ടൈം നമ്മൾ ചെയ്യുന്ന സിനിമകളിൽ ചിന്തയും ഒക്കെ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും മിസ് ചെയ്യുന്ന കാര്യമാണ്. ഞാൻ പറയും പണ്ട് ക്ലാസിക്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പാട്ട് അവിടെ പ്ലേ ചെയ്യുമ്പോൾ അത് 1972 കാത്തിരുന്ന നിമിഷം, ശ്രീകുമാരൻ നമ്പി, എം കെ അർജുനൻ, വിധുബാല, കമൽഹാസൻ എന്നൊക്കെ ടകടകടകടക്കുന്ന ഇതുപോലത്തെ ആയിരക്കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിന് പാട്ടുകൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കത് ഓർക്കാൻ പറ്റുന്നില്ല. ആക്ച്വലി ഞാൻ എനിക്ക് ആ ജോണർ അല്ലെങ്കിൽ അന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് പൊടി തട്ടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ. അതിൻ്റെ കാരണം നമ്മൾ ഈ പറഞ്ഞ സ്ട്രെസ്ഫുൾ ആയിട്ടൊന്നല്ല, നമ്മൾ ഫുള്ളി നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള സിനിമകൾക്കും ആ സിനിമയുടെ ഈ പറഞ്ഞ BGM-നും പാട്ടുകൾക്കും വേണ്ടിയിട്ടാണ് ഫുള്ളി കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ മോസ്റ്റ് ഓഫ് ദി എനർജി ആൻഡ് ടൈം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലാണ് ഇരിക്കുന്നത്. ഇപ്പോഴും എന്നോട് സംസാരിക്കുമ്പോൾ എന്തായാലും അവിടെ വർക്ക് ഉണ്ട്, ബാക്കിയാണ് ചിന്തിക്കുന്നത്. ഉണ്ട് അത് ഞങ്ങൾക്ക് നേട്ടമാണ് കേട്ടോ, അങ്ങനെ തന്നെ വേണം. കാരണം ഞങ്ങൾക്കെങ്കിലും നല്ല വർക്ക് കിട്ടുള്ളൂ. കിട്ടും, അതെന്തായാലും കിട്ടും. അപ്പോൾ പുതിയ നല്ല നല്ല വർക്കുകൾ വരട്ടെ. അപ്പോൾ വേറെ ജോണേഴ്സൊക്കെ പരീക്ഷിക്കുമ്പോഴും ഞങ്ങളെ മെലഡി ഒരിക്കലും കൈവിട്ട് കളയരുന്നില്ല. കാരണം എന്നിലുള്ളത് നിങ്ങൾക്ക് തരാൻ ഈസിലി തരാൻ പറ്റുന്ന മെലഡികളാണ്. എനിക്ക് അധികം എഫേർട്ട് ഞാൻ എൻ്റെ ഒരു മെലഡിക്കും വേണ്ടി ഞാൻ ഇട്ടിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ചെറുപ്പം തൊട്ട് മെലഡിയാണ് ഞാൻ കേട്ട് വളർന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ രാവിലെ എണീക്കുമ്പോൾ അച്ഛൻ ടേപ്പ് റെക്കോർഡിൽ വെക്കുന്ന പാട്ടുകളും, അല്ലെങ്കിൽ രാത്രി ഉറങ്ങുമ്പോൾ അച്ഛൻ വെക്കുന്ന ദാസേട്ടൻ്റെ പഴയ പാട്ടുകളും, അല്ലെങ്കിൽ ST ബർമൻ, RD ബർമൻ, അല്ലെങ്കിൽ ഇളയരാജ, MSV, ഇത് കേട്ട് ശങ്കർ ഗണേഷ് MBS, ഇത് കേട്ടിട്ടാണ് എൻ്റെ ചൈൽഡ്ഹുഡ്, അല്ലെങ്കിൽ സലിത. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെൻ്റെ രക്തത്തിലും ഹൃദയത്തിലും ഉണ്ട്, തലച്ചോറിലുമുണ്ട്. അതെന്തായാലും എന്നെ വിട്ടു പോകില്ല. അതിനോടുള്ള സ്നേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ മെലഡി ചെയ്യാനൊരു അവസരം കിട്ടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അധികം ഒന്നും ചിന്തിക്കാതെ തന്നെ വന്ന് സംഭവിച്ചിട്ടുണ്ട് ഇത്രയും നാൾ. അപ്പൊ ഇനിയും അത് സംഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെന്തായാലും ഉണ്ടാവും. പിന്നെ ഞങ്ങൾക്ക് തിയേറ്ററിനെ ഇടിച്ചു മറിക്കുന്ന BGM തരണം. അത് തരും. സിനിമ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് എന്തായാലും ഉണ്ടാവും. അപ്പൊ അങ്ങനെ തുടരുക. രഞ്ജനെ കാണാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇത് വെറും പറച്ചിലല്ല, ഒരു സന്തോഷം. എനിക്കും വളരെ സന്തോഷം. ഞാൻ കുറെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി അതാ പറയും, ഇന്നലെ ചേട്ടൻ എന്നെ വിളിച്ച് നമുക്ക് ഇരിക്കാമോ എന്ന് ചോദിക്കുന്നത്. ആക്ച്വലി എനിക്ക് നല്ല ടെൻഷൻ പിടിച്ചൊരു വർക്കിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഇരിക്കണമെന്നുണ്ടായിരുന്നു. ചേട്ടൻ്റെ കൂടെ ഇങ്ങനൊരു അവസരം നമുക്ക് ഉണ്ടാവണം ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് മ്യൂസിക്കിനെ പറ്റി ഇത്രയും ശ്രദ്ധയോടെ പറയുന്ന ആൾക്കാരെ ഞാൻ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. അവരെയൊക്കെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വിരലെണ്ണാവുന്ന ആൾക്കാരിൽ വരുന്ന ഒരാൾ ചേട്ടനാണ്. സോ ഐ ഫീൽ സോ ബ്ലെസ്ഡ് ടു ബി ഹിയർ. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ്. താങ്ക് യു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.